അഭ്യർത്ഥിക്കുകയാണ്. മദ്രസയുടെ മുൻവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് വളരെ വിനയപുരസ്സരം അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കിയിട്ടില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീൻ. ബിസ്മില്ലാഹിൽ അസീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ്ദീനി വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്വല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്വഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ. യാ വാസിയൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ആദരണീയരായ അധ്യക്ഷൻ, അബുദാബി ശാഖ ഉറൂസ് കമ്മിറ്റിയുടെ കോർഡിനേറ്ററും ശാഖയുടെ പ്രസിഡൻറ്റും അബുദാബി ശാഖയുടെ പ്രസിഡൻറ്റുമായ എൻ്റെ ആത്മസുഹൃത്ത് ബദ്രുദ്ദീൻ സൺലൈറ്റ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അനുഗ്രഹിച്ച ബഹുമാന്യരായ നമ്മുടെ ഉസ്താദ് ഹാഫിദ് മസ്ഊദ് ഫൈസി, സ്വാഗതം പറഞ്ഞ റിദ്വാൻ, ഖിറാഅത്ത് നടത്തിയ ഷമ്മാസ്, സ്റ്റേജിൽ സന്നിഹിതരായ ബഹുമാന്യരായ സൺലൈറ്റ് അബ്ദുറഹ്മാൻ ഹാജി, ബഹുമാന്യരായ റഷീദ് മുട്ടുന്തല, ബഹുമാന്യരായ ബിസ്മില്ല അബ്ദുൽ ഹാജി, അബ്ദുൽ ഖാദർ ഹാജി റഹ്മത്ത്, മൊയ്തു മമ്മു ഹാജി, ഇബ്രാഹിം ആവിക്കൽ, മുഹമ്മദ് കുഞ്ഞി വടക്കുപുറം, സമീർ അബൂബക്കർ, ലത്തീഫ് റഹ്മത്ത്, ഇർഷാദ് സൺലൈറ്റ്, ഫാറൂഖ് സൂപ്പർ, ഹൈദർ മാസ്റ്റാജി, സ്റ്റേജിലുള്ള മറ്റ് കരീം സി എച്ച്, ജാഫർ ദീനാർ, ഇല്യാസ്, പി പി മജീദ്, ഷരീഫ് മാണിക്കോത്ത്, റാഷിദ് കണ്ടത്തിൽ, ഷക്കീർ, എൽ കെ അർഷാദ്, സ്വാദിഖ് ഉമർ, റഷീദ്, മുസ്താഖ് അഹമ്മദ് അടക്കം ഇനി ആരെങ്കിലും സ്റ്റേജിലുണ്ടെങ്കിൽ ഇതിലുള്ളവരുടെ എല്ലാവരെയും പേര് വായിച്ചു. സ്റ്റേജിലുള്ള നല്ലവരായ ആദരണീയരായ കർമ്മോത്സുകരായ മനോഹരമായ ഈ ഉറൂസ് മുബാറക്കിൻ്റെ അണിയറ ശില്പികളെ, സംഘാടകരെ, കാണാമറയത്ത് അത്യധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാർ, ഈ ഉറൂസിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന നാട്ടുകാരായ മോമിനിങ്ങൾ, മോമിനാത്തുകൾ, പല നാട്ടിൽ നിന്നും ഈ സദസ്സിൽ വന്നണഞ്ഞ മോമിനിങ്ങൾ, അള്ളാഹു ഈ ഹുർമത്തുള്ള വെള്ളിയാഴ്ച രാത്രിയിലെ നമ്മുടെ ഈ കൂട്ടായ്മയെ അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ. പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും നന്നാകാനും അള്ളാഹു ഈ സദസ്സൊരു കാരണമാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി ആശുപത്രികളിലും പുരകളിലും സ്റ്റേജിലും, സൂപ്പർ മമ്മച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരികയാണ്. അതേപോലെ തന്നെ സ്റ്റേജിലുള്ള സൺലൈറ്റ് അടക്കമുള്ള ആളുകൾ ചെറിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. എല്ലാവരുടെയും ശാരീരിക, മാനസിക, സാമ്പത്തിക, കുടുംബ പ്രയാസങ്ങൾ അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. രോഗങ്ങളെയെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും എനിക്ക് ഇരിക്കുന്ന ഏറെക്കുറെ മനുഷ്യന്മാർ പരിചയക്കാരാണ്. എന്തെല്ലാം അസുഖങ്ങൾ കൊണ്ട് വന്നവരാണോ നമ്മെ ഇസ്ഹാഖ് വലിയുല്ലാഹിയുടെ ഹക്ക് കൊണ്ട്, കറാമത്ത് കൊണ്ട്, ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു തആല പൂർണ്ണ ശിഫയും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. ഒരവയവത്തിനും മരിക്കുന്നത് വരെ റബ്ബ് ഒരു കേട് തരാതിരിക്കട്ടെ. ധാരാളം പ്രവാസികളുള്ള ഒരു നാടാണ് മുട്ടുന്തല. അവരുടെ
കൈ മൈ മറന്നുകൊണ്ടുള്ള സഹകരണമാണ് ഈ മഹല്ലത്തിന്റെ സുഗമമായ പ്രയാണത്തിന് നല്ല പ്രൗഢമായ ഒരു മദ്രസ, ഒരു തഹ്ഫീദുൽ ഖുർആൻ കോളേജ് അടക്കമുള്ള ദീനീ സംരംഭങ്ങൾ വളരെ ഭംഗിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു മഹല്ലത്ത് നാട്ടിലെ പ്രവാസികളും പ്രദേശവാസികളുടെയും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെയുള്ള ഒരുമയോടെയുള്ള മമതയോടെയുള്ള സ്നേഹത്തോടെയുള്ള ഐക്യത്തോടെയുള്ള പ്രയാണം കൊണ്ടാണ് ഈ മഹല്ല് മുമ്പോട്ട് പോകുന്നത്. അള്ളാഹു ഇതുവരെയുമുള്ള ഐക്യം ഇതിനേക്കാൾ ഐക്യത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ ഈ മഹല്ലത്തിനെ അള്ളാഹു നിലനിർത്തരട്ടെ. ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഒരു രാത്രി വളരെ ചുരുങ്ങിയ സമയം എന്തെങ്കിലും ഒരു പ്രകാശം നമ്മുടെ കൽബിൽ കയറി കിട്ടണം. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ദിവസം മാസം കൊല്ലം കഴിയുന്നതിനനുസരിച്ച് മാനസികമായി ചത്ത് 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 മരവിച്ചു പോകലാണ് നമ്മുടെ സ്വഭാവം. തടിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ തേടും, രോഗം വരാതെ ശ്രദ്ധിക്കും, അതൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യും. അതേസമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കൽബിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും, കാരണം നമ്മളിങ്ങനെ ജനങ്ങളിടയിൽ മിങ്കിളാകുകയാണ്. ഈ ജനങ്ങളിടയിൽ ഇങ്ങനെ കൂടിക്കലരുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ഇനി കള്ള് കുടിക്കുകയും പെണ്ണ് പിടിക്കുകയും പലിശ വാങ്ങുകയും വേണ്ട. ആ 3 ദോഷങ്ങൾ പൊതുവെ ചെയ്യൂല, ചെയ്യുന്നവർ വളരെ കുറഞ്ഞ ആളായിരിക്കും. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കൂടിക്കലരുമ്പോൾ എന്തെല്ലോ തോന്നിവാസങ്ങൾ നമ്മിൽ വരും. അതിനനുസരിച്ച് നമ്മുടെ ആത്മീയമായ ശക്തി ചോർന്ന് ക്ഷയിച്ച് ഒരുതരം ആത്മീയമായ മരവിപ്പ്. തടിക്ക് ആക്ടിവിറ്റി കൂടിയിട്ട് ഗുണമല്ല, ആത്മാവിന് ആക്ടിവിറ്റി കൂടണം. ഊർജ്ജസ്വലത വരേണ്ടത് കൽബിനാണ്, ആത്മാവിനാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ക്ഷീണിച്ചിട്ടുറങ്ങുകയാണ്, ഷുഗർ നല്ലോണം കൂടിയിട്ടുണ്ട്, പരമക്ഷീണുണ്ട്, രാവിലെ 4 മണിക്ക് അലാറം അടിക്കുകയാണ് തഹജ്ജുദിന്. ഈ ക്ഷീണമുള്ള മനുഷ്യൻ എഴുന്നേൽക്കുന്നില്ലേ? കാരണം എന്തറിയോ? അവൻ്റെ ആത്മീയമായ ആക്ടിവിറ്റി. തടിക്ക് നല്ല ഷുഗർ ഇല്ലാത്താക്കാൻ തിരിയില്ല. ഷുഗർ ഉണ്ടാ ഷുഗർ ഇല്ലാത്താക്കത് തിരിയില്ല, കണ്ണ് തുറക്കൂല. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. ഷുഗർ കൊണ്ട് ഉറങ്ങുകയാണ്. നോക്കുമ്പോൾ കണ്ണ് എൻ്റെ ഒച്ച കേട്ടിട്ട് എഴുന്നേറ്റു, പക്ഷേ ഈ പോള തുറക്കാനാകുന്നില്ല. അത് പിടിച്ചിട്ട് തുറന്നു. അള്ളാഹു തആല അത്ഭുതകരമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. തുറക്കാനാകൂല, ചത്ത് കിടക്കുക എന്ന് പറയില്ലേ? പക്ഷെ അങ്ങനെ ചത്ത് കിടക്കുമ്പോഴും ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലില്ലേ, 4 മണി നേരത്ത്, ഇനി ചിലപ്പോൾ ഇതാ ഈ ഉറൂസ് ഇങ്ങനെ കഴിഞ്ഞിട്ട് പോയിട്ട് കിടക്കുമ്പോഴത്തേക്ക്, പൊതുവെ നമ്മുടെ ഈ ഉറൂസിൻ്റെ വാല് എന്ന് പറഞ്ഞാൽ ടൗൺ ബസ് പോലെയാണ്. അതങ്ങനെ ഒരു സ്വാഗതം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഖിറാത്ത്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം, അതങ്ങനെ മെല്ലെ പോയിട്ട് ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ ഒരു ഹൈ സ്പീഡിൽ ഒരു ഓട്ടം ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കയറുമ്പോൾ. അതുപോലെ സമയം അങ്ങനെ പോയി രാത്രി വാല് കഴിയുമ്പോഴത്തേക്ക് 12-1 മണി, പുരയിലെത്തിയിട്ട് ഉറങ്ങുമ്പോഴത്തേക്ക് 1:30 മണി ആയിക്കോട്ടെ. രാവിലെ 4 മണിക്ക് അലാറം അടിക്കുമ്പോൾ ഇവൻ്റെ അബോധ മനസ്സിലൊരു ക്ഷീണമുണ്ട്. എന്നറിയോ? താമസിച്ചിട്ടല്ലേ കിടന്നേ, തടിയുടെ ഉറക്കം തീർന്നിട്ടില്ലല്ലോ പടച്ചോനെ, എഴുന്നേൽക്കൂല. അതേസമയത്ത് ആത്മീയമായിട്ടൊരു കരുത്തുള്ള മനുഷ്യനാണെങ്കിലില്ലേ, അള്ളാഹുവിന് എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനുള്ള കപ്പാസിറ്റി എൻ്റെ മനസ്സിനുണ്ട്, എൻ്റെ കൽബിനുണ്ട്, എൻ്റെ ആത്മാവിനുണ്ട് എന്ന ചിന്തയുള്ള മനുഷ്യനില്ലേ, എത്ര താമസിച്ചിട്ട് കിടന്നാലും 4 മണിയാകുമ്പോൾ ചാടി എഴുന്നേൽക്കും. അങ്ങനെയുണ്ട്. മാത്രമല്ല രാവിലെ എല്ലാ ദിവസവും ഒരു 9-10 മണിക്ക് 8 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്ന മനുഷ്യനാ. എന്തോ തിരക്കുണ്ട്, എന്താ ചെയ്യുന്നറിയോ? കുറച്ചുകൂടി നേരത്തെ, ഇപ്പോൾ രാവിലെ സൂര്യോദയം കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ തുടങ്ങാം. സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ തുടങ്ങാം. അല്ലാണ്ട് 9 മണി 10 മണി ആകണമെന്നില്ല. ദുഹാ ഏറ്റവും അഫ്ളല് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കാം. അതേസമയത്ത് ദുഹാ നിസ്കാരം ശ്രേഷ്ഠത പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. കുറച്ച് നേരത്തെ ഒതുകൊടുത്ത്, ഇവിടെ തിരക്കുണ്ട്, കുറച്ച് നേരത്തെ 10 മണിക്കൂർ നിക്കാഹുണ്ട്, എന്നാൽ കുറച്ചുകൂടി നേരത്തെ ഒതുകൊടുത്ത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഈ 2 റക്അത്ത് ഒരു 6 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ നിസ്കരിച്ച്
ബാക്കി പള്ളിയിലെ നിക്കാഹിന് പോയാൽ 4 റക്അത്ത് പള്ളിയിൽ നിന്ന് ഒഴിവാക്കൂല. ആത്മാവിന് ഊർജ്ജസ്വലത കൂടിയാലില്ലേ ഖുർആൻ പാരായണം ചുരുക്കൂല. ആത്മാവിന് ഊർജ്ജസ്വലത കൂടിയാലില്ലേ സ്വതക്ക ചെയ്യൽ കുറക്കൂല. ഇരിക്കുന്ന എല്ലാരോടും ഞാൻ പറയാണ്, തടിക്കും ആരോഗ്യം ഉണ്ടാക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്ഹതു വൽ ഫറാഗ് മുഹമ്മദ് മുസ്തഫ. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന 2 അനുഗ്രഹങ്ങൾ. അസ്ഹതു ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഗ് മറ്റൊന്ന് ഫ്രീ ടൈമാണ്, ഒഴിവുകാലമാണ്. വലിയ അനുഗ്രഹമാണ് ആരോഗ്യം. തടിയുടെ ആരോഗ്യം മാത്രമല്ല, ഇൻഷാ അല്ലാഹ് ആത്മാവിന്റെ ആരോഗ്യം കേൾക്കണേ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് റബ്ബ് തആല നോക്കൂല, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് റബ്ബ് തആല ശ്രദ്ധിക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പടച്ച റബ്ബിന്റെ നോട്ടം പതിയുക നിങ്ങളുടെ കൽബിലാണ്. കൽബ് മരവിച്ചു പോയാൽ, കൽബ് അശ്രദ്ധമായാൽ, കൽബ് മാലിന്യങ്ങൾ നിറഞ്ഞതായാൽ പടച്ചറപ്പിന്റെ പൊരുത്തമുള്ള നോട്ടം നമ്മിലേക്ക് വരൂല്ല. അസൂയയുള്ളവനാണ്, അഹങ്കാരമുള്ളവനാണ്, അല്ലെങ്കിൽ ദേഷ്യമുള്ളവനാണ്, എപ്പോഴും മറ്റുള്ളവരോട് പിശുക്ക്, മറ്റുള്ളവരോട് പക ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ്. ഇല്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം. അള്ള ഇങ്ങോട്ട് നോക്കണമെങ്കിൽ തന്നെ കൽബ് ശുദ്ധിയാകണം. കൽബിലേക്കാണ് അള്ളാന്റെ നോട്ടമുണ്ടാവുക. ഊർജ്ജസ്വലമായ ഒരു ആത്മാവും കൽബും ഉണ്ടാക്കിയെടുക്കാൻ വയത് കേൾക്കുന്ന ഇസ്ഹാഖ് വലിയുള്ളാഹിയുടെ ഓർമ്മകളോളം തല്ലുന്ന മജ്ലിസാണ്. അവരൊക്കെ പുറമേക്കാൾ ഉള്ളു വൃത്തിയാക്കിയവരാണ്. അള്ളാന്റെ ആരിഫ്യങ്ങൾ, ഔലിയാക്കൾ, മശായിഖന്മാരെന്ന് പറഞ്ഞാൽ അവർ നിരന്തരം ഹൃദയത്തെ ശുദ്ധിയാക്കിയവരാണ്. ഹൃദയം ശുദ്ധിയുള്ളത് കൊണ്ടാണ് അവർ വിലായത്തിന്റെ വഴിയിലേക്ക് ഉയർന്നു പോയത്. മഖാമിന്റെ പരിസരത്ത് വെച്ച് വയത് കേൾക്കുന്ന ഞാനും നിങ്ങളും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലം ഈ ജമാഅത്തുൽ ആഖിറ മുതൽ ഹൃദയത്തെ ശുദ്ധിയാക്കുമോ? ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്ന്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം, ഇസ്തഗ്ഫിറൂ റബ്ബക്കും വഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം, നിങ്ങളുടെ രക്ഷിതാവിനോട് പൊറുക്കലിനെ തേടുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമല്ല, ഏതെങ്കിലും ഒരു വാളിന്റെ മജ്ലിസിൽ വെച്ചിട്ട്, ദിക്റിന്റെ മജ്ലിസിൽ വെച്ചിട്ടല്ല, എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും വർദ്ധിപ്പിക്കേണ്ട ഒരു അമലാണ് ഇസ്തിഗ്ഫാർ. എപ്പോഴും ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു പേടി വരുമ്പോഴല്ല, ഒരു ദിവസത്തിൽ നമ്മൾ ഈ വിധത്തിൽ തീരുമാനിക്കണം, ഇനി ഞാൻ എല്ലാ ദിവസവും എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. ഇസ്തിഗ്ഫാർ അറിയില്ലേ? ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ചൊല്ല്. ഇത് ചെറുതല്ല, ഇത് വലുതാണ്. ഇതിനെല്ലാറ്റിനും മതിയാവും. രോഗം മാറാൻ, കടം വീടാൻ, ദാരിദ്ര്യം തീരാൻ, ഹൃദയം ശുദ്ധിയാകാൻ, ഭൗതിക ജീവിതത്തിന്റെ ഭാരമില്ലാതാകാൻ. ഖുർആനിൽ കാണാലോ, യുമത്തിയുക്കും മത്താൻ ഹസനാ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാലില്ലേ സുഖമുള്ള ജീവിതം, നല്ല സുഖം. യുമത്തിയുക്കും മത്താൻ ഹസനാ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുഖം തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഒരു ടെൻഷൻ ഉണ്ടാകൂല, കടം ഉണ്ടാകൂല, അതാ കടം വരൂല്ല, ദാരിദ്ര്യം വരൂല്ല. മൻ ലസിമ മിനൽ ഇസ്തിഗ്ഫാരി ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. വല്ലതവക്കൽ. ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ നിർബന്ധമാക്കിയാൽ 2 രീതിയിൽ പറയുന്നുണ്ട് ഹദീസിൽ. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ഒരു സ്ഥലത്ത്, വേറൊരു സ്ഥലത്ത് മൻ കഥുറൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ നിർബന്ധമാക്കിയാൽ റസൂലുള്ളാഹിന്റെ പ്രോമിസ്, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ.
അവന്റെ ജീവിതത്തിലുള്ള അവന്റെ സങ്കടങ്ങൾ നീക്കി അവൻ അല്ലാഹു തആല നല്ല സന്തോഷം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സങ്കടം ഉണ്ടാവില്ല എന്നാണ്. അമ്പുകൾ മുഴുവനും നീക്കിയിട്ട് നല്ല സന്തോഷം. ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ ദോഷങ്ങൾ കൂടി ആത്മാവ് മരവിക്കുമ്പോഴാണ് സങ്കടം വരിക. ഹദീസിലുണ്ടല്ലോ, ദോഷം ചെയ്യുമ്പോ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇടയിലില്ലേ വല്ലാതെ മൂഡൌട്ടുള്ള മനുഷ്യന്മാര്? നോക്കിയേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. കീശയിൽ പൈസ ഉണ്ട്, തടിക്ക് ആരോഗ്യമുണ്ട്, എന്നാലും മൂഡൌട്ട്, ഒരു പ്രസന്ന മുഖമില്ല. നമുക്ക് ശംസുല്ലമാന്റെ മുഖം അറിയില്ലേ? പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുഖം അറിയില്ലേ? മരിച്ചുപോയ കാളിയാർച്ച നമ്മുടെ പി ഉസ്താദിന്റെ മുഖം അറിയില്ലേ? അറിയില്ലേ? ഇവിടെ തന്നെ മരിച്ചുപോയ പഴയ തലമുറയിലെ അല്ലെ സൺലൈറ്റിന്റെ ഉപ്പയുടെയും നമ്മുടെ ബിസ്മില്ലയുടെ ഉപ്പയുടെയൊക്കെ മുഖം അറിയില്ലേ? ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. മാഷാജിയുടെ മുഖം ഓർമ്മിച്ച് നോക്കിയേ. പഴയ തലമുറയിലെ ഈ ജീവിച്ചിരിപ്പുള്ള തൽക്കാലം ആരെയും പേര് പറയണ്ട. ഒരാളെ പൊക്കിയിട്ട് ഒരാളെ താഴ്ത്തിയിട്ട് അതിന്റെ ആക്ഷേപം വേണ്ട. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ കുറെ ആയിഷ്ണല്ലേ പഴയ തലമുറയിലെ 9, 10, 11 പെറ്റ് കൃത്യമായി നിസ്കരിച്ച് ഖുർആൻ ഓതി ജീവിച്ച പെണ്ണുങ്ങളില്ലേ? അവരുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. എത്ര സങ്കടം! ഇന്നല്ലേ തിന്നാനും കുടിക്കാനുമായത്. ഒരു 60-70 കാലത്ത് ആലോചിച്ച് നോക്കിയട്ടെ. ഒരു നേരം തിന്നാൽ നേരങ്ങളോളം തിന്നാനില്ലാത്ത കാലത്ത് നന്നായി വെറ്റിലയും ചുണ്ണാമ്പും അല്ലെ പുകയിലയും കൂട്ടിയിട്ട് മുറുക്കി തുമ്പി അല്ലെ തുമ്മാൻ തിന്ന് ജീവിച്ച പഴയ തലമുറ എന്തൊരു സന്തോഷത്തിലാണ് അവർ കഴിച്ചുകൂട്ടി. അവർ ചിരിച്ച പോലെ ഇന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നിപ്പോ അയക്കൂറയും വേണം, ആവോലിയും വേണം, ചെമ്മീനും വേണം, അതിൻ്റെ കൂടെ പുഴമീനും വേണം, കടലിലെ മീനും വേണം, പുഴയിലെ മീനും വേണം, പോത്തിറച്ചിയും വേണം. എല്ലാം കൂടി മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, താടിക്ക് കയ്യും കുത്തിയിട്ട് കുരങ്ങൻ ചത്ത കുറവനിരിക്കും പോലെ. മുഖത്തൊരു പുഞ്ചിരിയില്ല, ഒരു പ്രസാദാത്മകതയില്ല. ഇപ്പൊ നമുക്ക് ശംസുല്ലമാന്റെ ഫോട്ടോ അറിയില്ലേ? ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർക്ക് അദ്ദേഹത്തോട് ഒന്ന് ചിരിക്കുക, ഒരു ഫോട്ടോ എടുക്കാനെന്ന് പറയാൻ കഴിയോ? എപ്പോഴും ആ മുഖത്തൊരു പാൽനിലാവിന്റെ പുഞ്ചിരി ഇല്ലേ? കാളിയാർച്ചാന്റെ മരിച്ചുപോയ പി ഉസ്താദിന്റെ മുഖത്ത് അതിൽ കറുത്ത മുഖവും വെളുത്ത മുഖവും ഒക്കെ ഉണ്ട്. പ്രസാദാത്മകമായ അല്ലെ, പ്രശാന്തമായ പ്രകാശപൂർണമായ മുഖം. ഇതാ വിഷയം. ഉള്ളിൽ മുഴുവനും നല്ല ഈമാന്റെ പ്രകാശാണ്. ദോഷങ്ങളെ ഇല്ല. വന്നുപോയ ദോഷങ്ങളെ അവർ പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ട്. അങ്ങനുണ്ട്, വന്നുപോയ ദോഷങ്ങളെ അവർ പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ട്. ദോഷങ്ങളെ പൊരുത്തപ്പെടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നൊരു പ്രകാശമുണ്ട്. ഒരു ഫേഷ്യലിംഗ് കൊണ്ടും അങ്ങനെ ഒരു പ്രകാശം കിട്ടൂല. കളിയ ഏതെങ്കിലും ഗോൾഡൻ ബ്ലീച്ചോ അല്ലെങ്കിൽ സിൽവർ ബ്ലീച്ചോ ചെയ്താൽ അങ്ങനെയൊരു പ്രകാശം കിട്ടൂല. നന്മ ചെയ്യുന്നവരുടെ മുഖത്തേക്ക് റബ്ബ് തആല നൽകുന്നൊരു പ്രകാശം കിട്ടണമെങ്കിൽ ഇതാ ഉള്ളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ദോഷങ്ങളെ പൊരുത്തപ്പെടിക്കണം. പറയ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും വഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. പടച്ച റബ്ബ് വല്ലാതെ ദോഷം പൊറുക്കുന്ന റബ്ബാണ്, വല്ലാതെ പൊറുക്കുന്നാണ്. ചൊല്ല്, ഇസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ. എപ്പോഴും ഇത് മുത്തറസൂലുള്ള പഠിപ്പിച്ചൊരു ഇസ്തിഗ്ഫാറാണ്. ചൊല്ല്, ഇസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ചൊല്ല്, ഇസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ഉറക്കെ ചൊല്ല്, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഉറക്കെ ഇസ്തഗ്ഫിറുല്ലാഹ്. ഇതിങ്ങനെ ആർക്കോ വേണ്ടിയിട്ടാകരുത്, വളരെ ഇഖ്ലാസോടെ. ഇനി അങ്ങനെ ഒരു ഇസ്തിഗ്ഫാറല്ല, വേറെ ഇതാ അസ്തഗ്ഫിറുല്ലാഹ്, അതും ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അതും ഇസ്തിഗ്ഫാറാണ്. ലാ ഇലാഹ ഇല്ലാ അൻത. ചൊല്ല്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
ഖനാന്തകാരം നിറഞ്ഞ കടലിൽ വെച്ച് മത്സ്യത്തിന്റെ പള്ളയിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്ത ദിക്റില്ലേ, ദുആഇന് ഇജാബത്ത് കിട്ടുന്ന ദിക്റല്ലേ, അതും ഇസ്തിഗ്ഫാർ തന്നെയാണ്. അർത്ഥം പറ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്. പ്രത്യക്ഷത്തിൽ ദോഷം പൊറുക്കണമെന്ന് ഈ ദിക്റിന് അർത്ഥമായിട്ടില്ല. പക്ഷെ ഇതിലും നോക്കണം, ഞാൻ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്, നീ നീ പരിശുദ്ധനാണ്, നീയല്ലാതെ ആരാധനക്കർഹനില്ല. ഇങ്ങനെ പറയുമ്പോൾ ഉള്ളിലുള്ള നിയ്യത്ത് ദോഷം പൊറുക്കണമെന്നാണ്. പറ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എത്ര ചൊല്ലാൻ കഴിയുമോ ദിവസവും തീർന്നില്ല. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ഭൂമിയിൽ വന്നു കഴിഞ്ഞ ഉടനെ രണ്ടുപേർ കണ്ടുമുട്ടിയതിനു ശേഷം രണ്ടുപേരും ചെയ്ത തൗബ അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. ഖാലാ റബ്ബനാ വലംനാ റബ്ബനാ വലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളോട് ദോഷങ്ങൾ ചെയ്ത് ദുൽമ ചെയ്തിരിക്കുന്നു. അല്ലാഹ് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പൊറുത്തില്ലെങ്കിൽ, പിന്നെ വതർഹംനാ, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും പടച്ചവനെ, ഞങ്ങൾ തോറ്റുപോയവരിൽ പെട്ടുപോകും റബ്ബേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊറുത്തു തന്നാലും. ചൊല്ല് റബ്ബൻ, രാവിലെ മുതൽ രാത്രി വരല്ലേ ഇതെല്ലാം കുറേശ്ശെ ചൊല്ലണം. ചൊല്ലിയേ, അസ്തഗ്ഫിറുല്ലാഹൽ അളീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഒരു 100 ചൊല്ലാൻ കഴിയോ? അതേപോലെ അസ്തഗ്ഫിറുല്ലാഹ് ഒരു 100 ചൊല്ലാൻ കഴിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഒരു 100 വട്ടം ചൊല്ലാൻ കഴിയോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 100 വട്ടം ചൊല്ലാൻ കഴിയോ? ചൊല്ലി, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതൊന്നും മാത്രല്ല, എല്ലാ ദുആഇന്റെയും അവസാനം, പള്ളിയിലെ ഉസ്താദുമാരുടെ ദുആഇന്റെ അവസാനം നാം കേൾക്കുന്നൊരു ദുആഇല്ലേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോ പടച്ച റബ്ബിനോട് ആ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ സൽപ്രവൃത്തി കബൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ദുആ ചൊല്ല്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, പിന്നെ വതുബ് അലൈനാ, ഞങ്ങളിൽ നിന്ന് തൗബ കബൂൽ ചെയ്യണേ അല്ലാഹ്, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ദിവസം ഒരു 10 വട്ടമോ 100 വട്ടമോ 200 വട്ടമോ ഈ ദുആ ചെയ്യുമോ? ഒന്ന് ജീവിതത്തിന്റെ ഇന്നലകളിലെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യാൻ ഈ ദുആ നല്ലതാണ്. തീർന്നില്ല, നമ്മുടെ തൗബ അല്ലാഹു കബൂൽ ചെയ്യാനും ഈ ദുആ നല്ലതാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, പിന്നെ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോഴാണ് ആത്മാവിനുള്ള ക്ഷീണം മാറുക, ആത്മാവിന്റെ മലവിപ്പ് നീങ്ങുക, ആത്മാവിന്റെ അലസതയൊഴിയുക, ആത്മാവിന്റെ രോഗം ഭേദമാവുക. പോരാ, ആത്മാവിന് ആക്ടിവിറ്റി കൂടുക. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ നിർബന്ധമാക്കിയാൽ, റസൂലുള്ളാഹിന്റെ പ്രോമിസ് ഇതാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനം ഇതാ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അവനെല്ലാ സങ്കടങ്ങളിൽ നിന്നും റബ്ബ് തആല സന്തോഷം നൽകുന്നതാ. ഇപ്പൊ കാണുന്നില്ല, ഇപ്പോഴത്തെ ഈ 25 വയസ്സ് താഴെയുള്ള കുട്ടികള്, അവര് ഇൻസ്റ്റഗ്രാമിലുണ്ട്, ട്വിറ്ററിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. പക്ഷെ അവർക്കൊരു ഹാപ്പി മൈൻഡ് കിട്ടുന്നില്ല. ചിലപ്പോൾ കാണാൻ കുട്ടികൾ ഇത് വലിയ മുടിങ്ങ് പെരടിക്ക് താഴോളം വെച്ചിട്ട് ക്ലിപ്പിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മൊട്ടയടിച്ചിട്ട്. ചിലപ്പോൾ കാണാൻ മീശ താടി നീട്ടിയിട്ട്, ഇപ്പോണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ വലിയ താടിക്കാർ എല്ലാം കൂടി ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇവിടെ കെട്ടിയിട്ട്
ജനാപത്തെ കുളിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. എല്ലാം കൂടി നീട്ടിയിട്ട് പിന്നെ കാണാൻ അങ്ങനെ തന്നെ ക്ലീൻ ഷേവ് ആക്കി എല്ലാം കൂടി ഒരു മാസത്തിന്റെ ഉള്ളില്. ഇപ്പൊ ഞാൻ ഈ ബിസ്മില്ലിനെ കുറെ കാലമായി ഇങ്ങനെ തന്നെ ഉണ്ട് രണ്ടാളും. ഇപ്പോഴത്തെ കുട്ടികളെ ഒരാഴ്ച കണ്ട അടുത്ത ആഴ്ച കണ്ട ഈ കുട്ടികൾ എന്ന് വെച്ചാൽ മനസ്സിലാക്കണേ, ഒരു 25 വയസ്സിന്റെ താഴെ ഒരു 15 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളെ കണ്ടാൽ തിരിയുന്നില്ല. കൂടുതലും അവരുടെ പൈസ പോകുന്നത് ഇവരുടെ ഈ മുഖഭാവങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ വിഷയം എന്നറിയോ? ഇപ്പോ ഈ കാഞ്ഞങ്ങാട് ടൗണിലുള്ള സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാര്, അല്ലെ, കൗൺസിലിംഗ് ചെയ്യുന്ന, സൈക്കോ തെറാപ്പി ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞന്മാര് പോയിട്ട് ചോദിച്ചു നോക്കിയേ, ഏറ്റവും അധികം ആള് വരുന്നത് വയസ്സന്മാരാണോ അല്ല കുട്ടികളാണോ എന്ന്. വയസ്സന്മാർക്ക് ദിവസം കഴിയുന്നതിനെ മൂർച്ച കൂടുക ചെയ്യാം, സാറ് കൂടുക ചെയ്യാം. ചെറുപ്പക്കാരെന്നാൽ ഈ പറഞ്ഞില്ലേ, ഈ 25 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അവർക്ക് പെൺകുട്ടികളെ കെട്ടിക്കാനൊന്നുമില്ല. ഈ സ്റ്റേജിലും താഴെയുള്ള ഈ പ്രായമുള്ളവരൊക്കെ ഇല്ല ഒരു കാലത്ത് ഉപ്പാനെയും ഉമ്മാനെയും പെങ്ങന്മാരെയും അനുജന്മാരെയും പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരാണ്. വല്ലാതെ എനിക്ക് ഇവരൊക്കെ അറിയാലോ, ഇവരൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടവരാണ്. നല്ലൊരു തുണി കൊടുക്കാത്ത, ഇത് കേൾക്കുന്ന എല്ലാവരും അൽഹംദുലില്ലാഹ് പറഞ്ഞോളണം. അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒരു കുപ്പായിടാത്ത, പ്ലേറ്റ് പള്ളം നിറയെ തിന്നാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരും പഴച്ചു പോയില്ല, അവരെ മക്കളും പഴച്ചു പോയില്ല, അവരെ പുതിയ പിള്ളേരും പഴച്ചു പോയില്ല. അവരെ നീയത്ത് നന്നായപ്പോ അങ്ങനെ ഇതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഈ പുതിയ തലമുറയിലെ കുട്ടിയൊക്കെ പെങ്ങന്മാരെ കെട്ടിക്കണ്ട, ഉപ്പാക്കും ഉമ്മാക്കും തിന്നാനും കൊണ്ട് കൊടുക്കണ്ട, ഉപ്പാന്റെ കീശയിൽ ഇങ്ങോട്ട് എടുക്കലാണ്. ഈ കുട്ടികൾക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഡിപ്രഷൻ വന്നു, സ്ട്രെസ് വന്നു, മാനസികമായ അസ്വസ്ഥത വന്നു. ഒരുപാട് കുട്ടികൾ മരുന്ന് കഴിക്കാൻ. പെൺകുട്ടികൾക്ക് വരെ സ്ട്രെസ്, ഡിപ്രഷൻ, അസ്വസ്ഥത. എന്താ കാര്യം എന്നറിയോ? ചെറിയ പ്രായപൂർത്തി 9 വയസ്സ് മുതലേ ഹറാമുകൾ കാണാൻ തുടങ്ങി. സോഷ്യൽ മീഡിയകളിലൂടെ ഹറാമുകൾ. ഇത് വെറുതെ ഞാൻ പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാഞ്ഞങ്ങാട് ടൗണിലുള്ള മനഃശാസ്ത്രജ്ഞന്മാരോട് പോയി ചോദിക്കാം. ചെറിയ പ്രായം മുതലേ ദോഷങ്ങൾ ഇങ്ങനെ കാണാനും കേൾക്കാനും പറയാനും കേൾക്കാനും കാണാനും തുടങ്ങിയപ്പോ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള 3 അവയവങ്ങൾ, കണ്ണ്, പിന്നെ നാവ്, അല്ലെ, പിന്നെ കൽബ്, ഈ അവയവങ്ങൾ ഓരോന്നോരോന്ന് ദോഷങ്ങളിൽ വ്യാപൃതമാകാൻ തുടങ്ങിയപ്പോ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ദോഷങ്ങൾ ചെയ്യുന്ന കാരണം കൊണ്ട് ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വീഴാൻ തുടങ്ങി. മഹാക ഫിൻ നഫ്സി വതറദ്ദദ ഫിൽ ഖൽബി. ദോഷങ്ങളെ കാരണം കൊണ്ട് ഹൃദയത്തിന് വല്ലാത്ത അസ്വസ്ഥതകൾ വന്നുകൂടാൻ തുടങ്ങി. പെൺകുട്ടിയാണ്, വയസ്സ് 21, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷന് PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസരത്തുള്ള എത്രയോ സഹോദരിമാര് ആണുങ്ങൾ അറിയാതെ ഫോൺ വിളിക്കാറുണ്ട്. ഉസ്താദേ, മകൾക്ക് ഡിപ്രഷനാണ്, മകൾക്ക് മാനസിക രോഗമാണ്. ഒരുപാട് ഡോക്ടർമാരെ കാട്ടി, ഒരുപാട് തങ്ങന്മാരെ കടച്ചുകൊണ്ട് പോയിട്ട് ചികിത്സിച്ചു, എന്നിട്ടും മാറ്റം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങൾ കൂടുകയാണ്. കേൾക്കണേ, ഒറ്റ പരിഹാരമാണ്, ദോഷങ്ങളുടെ എണ്ണം കുറക്കുക. മനസ്സൊരു മലർവാടിയായി മാറും, മനസ്സൊരു പൂങ്കാവനമായി മാറും, മനസ്സൊരു പ്രശാന്തമായ ഗ്രീനറി പോലെ, സീനറി പോലെ. പിന്നെ കാണുന്നില്ല, ഇപ്പൊ കഴിഞ്ഞൊരു കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കുഴപ്പമെന്നറിയോ? ഒരേ ടൂറ് പോകലാണ്. ചോദിച്ചു നോക്കിയ മദ്രസ ഉസ്താദന്മാരോട്. ഇങ്ങനെ ഓളെയും കുട്ടികളെയും കൂട്ടിയിട്ട് ഇപ്പൊ മിനിഞ്ഞാന്നൊരു ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ നല്ല മഞ്ഞുണ്ടല്ലോ, തണുപ്പ്. എന്റെ പുരയിലുള്ള കുറെ ആളിപ്പോ ടൂർ പോയിട്ടുള്ള മൂന്നാറിലേക്ക്, ഹൈ റേഞ്ച് അറിയാലോ, മഞ്ഞ് പെയ്യുന്ന താഴ്വരയില്. ഇവിടുത്തെ തണുപ്പ് പോരായിട്ട് അവിടെ പോകണ്ടെന്നൊന്നുമില്ല, എൻജോയ് ചെയ്യാം, ദീനിനെതിരല്ല. എൻജോയ്മെന്റ് കൂട്ടേണ്ടി വരുന്നത് ജീവിതത്തിൽ എൻജോയ്മെന്റ് ഇല്ലാണ്ടാകുമ്പോഴാണ്. ഒരിക്കലും ഞാൻ കാസർഗോഡ് ഭാഗത്ത് നിന്ന്, മംഗലാപുരത്ത് നിന്ന് പരശുറാം എക്സ്പ്രസിൽ നിന്ന് രാവിലെ കയറി വെക്കുമ്പോ ഒരു AC കമ്പാർട്ട്മെന്റിൽ ഏറെക്കുറെ ഒരു ഫാമിലിക്കാർ എവിടെയോ പോവുകയാണ്. വലിയ കാർബോർഡ് പെട്ടിയിൽ പോത്തിറച്ചിയും പത്തിലും റാത്തീവിന് വിതരണം ചെയ്യും പോലെ AC കമ്പാർട്ട്മെന്റിൽ വിതരണം ചെയ്യുക. രാവിലത്തെ നാസ്ത, ഉച്ചയ്ക്കുള്ള ചോറ് പറയുണ്ടാവും, ഒന്നിച്ചു പോകാൻ. കാരണം പുരയുടെ ഉള്ളിൽ സന്തോഷം ഇല്ലാതാകുമ്പോ, ഞാൻ പറയട്ടെ, പണ്ട് കാലത്ത് തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലം,
ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചപ്പോഴും മനസ്സിന് സമാധാനമുണ്ട്. അന്നത്തെ തലമുറയുള്ളവരെല്ലാരും മാനസിക രോഗത്തിന്റെ ഗുളിക കടിച്ചില്ല. അന്നത്തെ തലമുറയിലുള്ളവരിൽ ഒട്ടേറെ പേർക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാത്തതിന്റെ പ്രയാസങ്ങൾ ഉണ്ടായില്ല. അന്നത്തെ തലമുറയിൽ മാനസിക രോഗങ്ങളുടെ വയലൻസ് ഇല്ല, അക്രമ സ്വഭാവങ്ങൾ അന്നില്ല. ഇന്നിപ്പോൾ അവസ്ഥ എന്താ? ഒരിക്കലും കാഞ്ഞങ്ങാട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ കൈ കെട്ടാൻ പോകുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ നിന്നു. സഫിലല്ല, അടുത്ത്. എനിക്കും പേടിയായി, ഇതെന്തോ എന്നെ പൂശേണ്ട പരിപാടിയാണോ എന്ന്. എന്റെ അടുത്ത് വന്നിട്ട് നേരെ പിറകിലുള്ള ആള് അയാളെ പിടിച്ചിട്ട് സഫിലേക്ക് മാറ്റി. മഗ്രിബ നിസ്കാരം സലാം വീട്ടിയത്, എനിക്ക് ഒരു സലാം വീട്ടിയത് ഓർമ്മയുണ്ട്. രണ്ടാമത്തെ സലാം ബേക്കെന്ന് കാണുന്ന അടിയാൻ. ഈ മനുഷ്യൻ തൊട്ടപ്പുറത്ത് ആ കൈ ബേക്കോട്ടേക്ക് ആക്കി ആ മനുഷ്യനെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പൂശി. സുബ്ഹാനല്ലാഹ്, കുറെ മസബൂക്കിങ്ങള് ബേക്കില് ഒരക്കകത്ത് ബാക്കിയുള്ളവരുണ്ടാവൂലേ, അവരുടെ കൈ ഇളക്കി എല്ലാം കൂടി കുഴപ്പമായി. ഞാൻ മെല്ലെ ഈ അടിച്ചോനെ പിടിച്ചിട്ട് റൂമിൽ കൊണ്ടുവന്നു, വാതിൽ പൂട്ടി. നീ എന്ത് പണിയുടെ അടുത്ത് നിൽക്കിരിക്കുമ്പോൾ അടിക്കല്? ഉസ്താദെ, കുറെ കാലമായി ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ബേക്കുന്ന് സൂന്ന് വെച്ച് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കിയ ആളെ കാണൂല. ഇപ്പൊ നിൽക്കിരിക്കുമ്പോ എനിക്ക് തോന്നിയ തൊട്ടടുത്തുള്ള ആള്, അയാൾ നിൽക്കിരിക്കുമ്പോ അല്ലെങ്കിൽ ഈ വസ്വീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇയാളായി സൂസൂന്നാക്കുന്നെന്ന്. അപ്പം പിന്നെ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാം സ്ഥലം വീട്ടി പിന്നെ കൊടുത്തു കാട്ടി. നോക്കുമ്പോ ഈ മനുഷ്യന് ഡിപ്രഷനാണ്, മാനസിക രോഗാണ്, അസ്വസ്ഥതയാണ്. നോക്കണം, ഇതാ ദുനിയാവിന്റെ അവസ്ഥ. മർഹം പി ഉസ്താദ് പറയാറുണ്ട്, ഉടുത്ത പിരാന്ത് ഉടുക്കാത്ത പിരാന്ത് എന്ന്. ഉടുക്കാത്ത പിരാന്താണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പള്ളിക്കാറില്ല. ഉടുത്ത പിരാന്ത് ആകെ ബുദ്ധിമുട്ടല്ലേ? ഭാര്യയെ കൊല്ലൂലേ, ഉമ്മയെ കൊല്ലൂലേ, പള്ളി കയറിട്ട് ഉസ്താദിനെ അടിക്കൂലേ? നോക്കണം, എന്താ വിഷയം? ദോഷങ്ങൾ കൂടിയാൽ സംഭവിക്കുന്ന ആത്മീയമായുള്ളൊരു കാരണം ഇതാണ്. ദോഷങ്ങൾ കൂടിയാൽ മനസ്സ് അസ്വസ്ഥമാകുമേ, മനസ്സിന് പിരിമുറുക്കങ്ങൾ കൂടുമേ. അല്ലാഹുവിന്റെ ഖുർആനിലില്ലേ, ആരെങ്കിലും എന്റെ ഓർമ്മയെ തൊട്ട് പിന്തിരിഞ്ഞാൽ തീർച്ചയായും അവന് നാം ഇടുങ്ങിയ ജീവിതം നൽകുന്നതാണ്. ദിവസവും സുബ്ഹി നിസ്കാരം കളാക്കിയാൽ അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകൂല, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകൂല. ദിവസവും ഓരോ ചില ആളില്ലേ, ചില ആൾക്കാർ സുബ്ഹി നിത്യം കളാക്കും. വേറെ ചില മനുഷ്യന്മാർ 100 വയസ്സും മഗ്രിബും നിൽക്കും. എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഒരു മനോഹാരിതയുണ്ടാവുകയേ ഇല്ല, ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയേ ഇല്ല, ജീവിതത്തിൽ ക്ഷേമവും ഐശ്വര്യം. കാണുമ്പോ നല്ല ഡ്രസ്സും പാൻറ്റെല്ലാം ഉണ്ടാവും, ഹൃദയം കോളുകൊണ്ട കടല് പോലെ, നെരിപ്പോട് പോലെ, എപ്പോഴും ചൂട് പിടിച്ച കൽബായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറയട്ടെ, ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുക, ദോഷം കുറക്കുക, ആത്മാവിന്റെ ആക്ടിവിറ്റി കൂടാൻ വേണ്ടിയിട്ട്. മറക്കല്ലേ, എപ്പോഴും ഇതാ ഈ ഇരുത്തം പോലും നോക്കിയാട്ടെ, നിങ്ങൾ ഒന്ന് അങ്ങോട്ട് കൊണ്ട് നോക്കിയാ ചില ഇങ്ങനെ ഇരിക്കുക. നിക്കാഹിന്റെ മജ്‌ലിസിൽ പുതിയാപ്പിള ഇരിക്കും പോലെ ഇരിക്കുന്നില്ലേ, ഒന്ന് നോക്കിയേ, അങ്ങോട്ട് നോക്ക്. ചില ആൾക്കാർ മുമ്പിലെ കസേരയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ, എവിടെയോ ഷോർട്ടായ കുറെ കണക്കും. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഇന്നല്ലാഹ യുഹിബ്ബുർ റജുലൽ ഖവിയ്യ, ഉസാറുള്ള മനുഷ്യരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുക എന്ന് കാണാൻ കഴിയും. നമ്മുടെ ഇരുത്തത്തിലും ഈ 313 ആളെ മുമ്പിൽ 1000ഓളം പേര് തോറ്റുപോയ എന്താ? അവരെ വരവ്. ആ 313 ആൾക്കാരെ വരവില്ലേ, അവരെ വരവ്, അവരെ നൃത്തം, അവരെ ശരീരഭാഷ, അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴേ ഓടിയില്ലേ. ഇന്ന് നമ്മളെ അവസ്ഥ എന്താ? നമ്മളെ ഇരിപ്പിലും നടപ്പ്. കാരണം ഇതാണ്, ദോഷങ്ങൾ കൂടിയപ്പോ നമ്മുടെ എല്ലാ പ്രസന്ന ഭാവവും, നമ്മുടെ എല്ലാ തന്മയത്വ ഭാവവും, നമ്മുടെ തനത് സ്വഭാവല്ലേ നഷ്ടപ്പെട്ടുപോയി, ചത്തുപോയി, മരവിച്ചുപോയി. ഇൻഷാ അല്ലാഹ് തിരിച്ചു പിടിക്കണം. നാം ഇരിക്കുന്ന ഒരു ഡോക്ടർമാർക്കും നമ്മെ ചികിത്സിച്ച് നമ്മുടെ എന്നൊന്ന് പറഞ്ഞോട്ടെ, ഇന്നത്തെ ഈ ജീവിത ശൈലി രോഗങ്ങൾ വരെ ഇല്ലേ, ഷുഗറില്ലേ, BP ഇല്ലേ, കൊളസ്ട്രോൾ ഇല്ലേ. പുതിയ പഠനങ്ങളിൽ കാണുന്നെന്താ? മനസ്സിനെ ബാധിച്ചാൽ പിന്നെ ചികിത്സിച്ച് മറ്റന്നാകൂല എന്നാണ്. ഒരു ഗ്ലാസ് നല്ല പഞ്ചസാര ഇട്ട് ഞാൻ അടിച്ചു. അല്ലാ, എനിക്ക് നേരത്തെ ടെസ്റ്റ് ചെയ്തല്ലോ 350-നും ഈ ചായയും കൂടി കുടിച്ചു 450 ആയിട്ടുണ്ടാവും, 500 ആയിട്ടുണ്ടാവും. മനസ്സ് എവിടെ നിൽക്കാൻ?
ജീവിത ശൈലി രോഗങ്ങൾ മനസ്സിനെ സ്വാധീനിക്കാൻ. ചിലർ പറയല്ലേ, എനിക്ക് ഉസ്താദ് വയസ്സ് 70 പക്ഷെ മനസ്സിന് ഇപ്പോഴും 25 വയസ്സാണെന്ന്. അതാ വേണ്ടേ നോക്കണം. സൈക്കോളജിക്കൽ വയസ്സുണ്ട്, മനുഷ്യന്റെ സൈക്കോളജിക്കൽ വയസ്സുണ്ട്, അത് വേറെ വയസ്സാണ്. മനുഷ്യന്റെ ബയോളജിക്കൽ വയസ്സുണ്ട്, അത് വേറൊരു വയസ്സാണ്. എല്ലാവരോടും ഞാൻ പറയണേ, എപ്പോഴും എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നോ അവിടെയാണ് ഞാൻ. ഒരടിമ വിചാരിക്കുകയാണ് എനിക്ക് ഷുഗറും പ്രഷറും ഉണ്ട്, ശരിയാണ്, ആയിക്കോട്ടെ, എന്നാൽ ഒരു ഇടങ്ങേറും എനിക്ക് എന്റെ അള്ള വരുത്തൂല്ല എന്ന് ഒരു ഉറപ്പ്, ഒരടങ്ങേറും ഉണ്ടാകൂല. അങ്ങനുണ്ട്. നമ്മളിതിങ്ങനെ മനസ്സുകൊണ്ട് ആകുലത, ഉത്കണ്ഠ, അല്ലെ ആശങ്ക പിന്നെ പിടിച്ചാൽ കിട്ടൂല, നിയന്ത്രിക്കാനാകൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലി മൻ ലസിമ മിനൽ ഇസ്തിഗ്ഫാരി ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ഒരാൾ ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ നിർബന്ധമാക്കിയാൽ അവനെല്ലാ സങ്കടങ്ങളിൽ നിന്നും റബ്ബ് തആല സന്തോഷം നൽകുന്നതാണ്. പോരാ, വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ, എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും അവന് റബ്ബ് തആല തുറസ് നൽകുന്നതാണ്. ഇന്നിപ്പോ ഒരു വാദിന്റെ മജ്‌ലിസിൽ ഇപ്പൊ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ഉസ്താദ് ദുആയിരുന്നു. ചോദിച്ചോക്കിയേ, ഏറ്റവും കൂടുതൽ ദുആ വരെ എന്തിനാ? കുറെ ബേജാറ് തീരാൻ വേണ്ടിയുള്ള ദുആ, അല്ലേ? ദുനിയാവിന്റെ ബേജാറ്, ആഖിബത്ത് നന്നാകാനോ, ഖൽബ് ശുദ്ധിയാകാനോ, ഈമാൻ സലാമത്താകാനോ, ഫിർദൗസ് എന്ന സ്വർഗം കിട്ടാനോ, അല്ലാഹുവിന്റെ ലിഖാഹ് കാണാനോ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറാഫഖത്ത് കിട്ടാനോ അതാർക്കും ആഗ്രഹമില്ല. ദുനിയാവിന്റെ ബേജാറ് തീരാനുള്ള ദുആ ആണ് കൂടുക. എന്നാ നോക്കണേ, ദോഷം ഒഴിഞ്ഞു കിട്ടിയാലില്ലേ, ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചാലില്ലേ, വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ, ഇടുക്കങ്ങളെല്ലാം നീക്കി അവന് റബ്ബ് തആല തുറസ് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് നാളെ മുതൽ തുടങ്ങി നോക്കിയേ, സംശയമല്ല, ഉറപ്പല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വാക്കല്ലേ, വഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ആകാശത്തിൽ നിന്ന് മഴ കിട്ടണോ, മോമിനീങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ദിക്ർ ഇസ്തിഗ്ഫാറാണ്. പോരാ, നിന്റെ സമ്പത്ത് കൂടണോ, നിന്റെ തോട്ടങ്ങളിൽ ഇഷ്ടം പോലെ തേങ്ങയും അടക്കയും ഉണ്ടാകണോ. തോട്ടമുള്ള മോമിനീങ്ങളുണ്ടോ? തോട്ടത്തിൽ റബ്ബറായാലും കവുങ്ങായാലും തെങ്ങായാലും, അത് കുരുമുളകായാലും ഏലമായാലും ജാതിയായാലും ജാതിപത്രിയായാലും, നിന്റെ വിളകൾ നല്ല പോലെ ഉണ്ടാകണോ. നീ വർദ്ധിപ്പിക്കേണ്ട ദിക്ർ ഇസ്തിഗ്ഫാറാണ്. രോഗം മാറാൻ മോമിനീങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ദിക്ർ ഇസ്തിഗ്ഫാറാണ്. കേൾക്കണേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇടുക്കങ്ങളില്ലാതെ ശാന്തമായ സ്വസ്ഥമായ ജീവിതമുണ്ടാകാൻ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. പോരാ, അവസാനം പറയുന്ന വാക്ക് വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അറിയാത്ത വഴിയിൽ കൂടി, വിചാരിക്കാത്ത മാർഗത്തിൽ കൂടി റബ്ബ് തആല അവന് ഭക്ഷണം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ വല്ലോണം വർദ്ധിപ്പിച്ചാൽ ആത്മാവ് ഉണർന്നു നിൽക്കും. ഉറപ്പാ. ഈ രാത്രി മുതൽ, ഇന്ന് രാത്രി മുതൽ ഒന്ന് ചൊല്ലി നോക്കിയേ, നാളെ പകല് വല്ലാത്തൊരു ഉസാറ്. നമ്മൾ പഴയ കാലത്ത് പറയില്ലേ, ഹോർലിക്സ് കുടിച്ച പോലെ തന്നെ, അല്ലേ, ബൂസ്റ്റ് കുടിച്ച പോലെ എന്നൊക്കെ പറയലില്ലേ, കോംപ്ലൈൻ അടിച്ച പോലെ എന്ന് പറയലില്ലേ, വല്ലാത്തൊരു ഊർജ്ജസ്വലത. ഉറപ്പാണ്. ഇത് എന്റെ വക പറയല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. 1 2 ആത്മാവിനെ കഴുകി വൃത്തിയാക്കാൻ കരണീയമായ അനുയോജ്യമായ മറ്റൊരു ദിക്റാണ് മുഹമ്മദ് മുസ്തഫ. പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച രാത്രിയാണ്. ഇന്ന മിൻ അഫ്ളി അയ്യാമികും യൗമുൽ ജുമുഅ ഫഅക്തിറൂ അലയ്യ മിനസ് സ്വലാത്തി ഫീ. നിങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫഅക്തിറൂ അലയ്യ മിനസ് സ്വലാത്തി ഫീ. വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എനിക്ക് സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടുമേ.
നമ്മെ കാണാൻ മുത്ത് റസൂലുള്ളാഹിക്ക് കാണാൻ നമ്മുടെ ശബ്ദം കേൾക്കാനുള്ള സുവർണാവസരമാണ് സ്വലാത്തിന്റെ വേള. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ വെറുതെ ഇങ്ങനെ മജ്‌ലിസിൽ ഇരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലുമോ? ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മീതെ ഈ ലോകത്ത് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ പറ. ആകാശത്തിന്റെ അല്ലെ അള്ളാന്റെ ആകാശത്തിന്റെ താഴെ എന്നൊന്നും പറയണ്ട. പടച്ചറപ്പുല്ലിസത്തിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ അള്ള കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ഏറ്റവും കരുണയുള്ള സ്നേഹമുള്ള ഒരേ ഒരാൾ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മിലേക്ക് അടുക്കണോ, നമ്മെ പുണരണോ, നമ്മെ സ്നേഹം കൊണ്ട് തഴുകണോ, നമ്മെ പരിരംഭണം ചെയ്യണോ, നമ്മെ ആശ്ലേഷിക്കണോ, നമ്മെ മുത്ത് റസൂലുള്ളാഹി ഇങ്ങോട്ട് വന്ന് ആദരിക്കണോ? സ്വല്ലു അലൻ നബിയിൽ മുസ്തഫ ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറപ്പാ ആത്മാവിങ്ങനെ ശുദ്ധിയായി വരും. വേറൊരു കാര്യം കൂടിയുണ്ട്. അബുൽ അർവാഹാണ് മുഹമ്മദ് മുസ്തഫ പറ. സയ്യിദുൽ അർവാഹാണ് മുഹമ്മദ് മുസ്തഫ. ഖായിദുൽ അർവാഹാണ് മുഹമ്മദ് മുസ്തഫ. ആത്മാവുകളുടെ പിതാവ്, ശരീരത്തിന്റെ പിതാവ് സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ആണെങ്കിൽ ആത്മാവിന്റെ പിതാവ് മുഹമ്മദ് മുസ്തഫ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഓരോ സ്വലാത്തും ചൊല്ലുമ്പോ 10 വട്ടം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് തീർന്നില്ല. 10 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സലാം മടക്കുന്നു മറുഭാഗത്ത് തീർന്നില്ല. അത് മാത്രമൊന്നുമല്ല, ഓരോ സ്വലാത്തും ചൊല്ലുമ്പോ ഇദൻ തുക്ഫാ ഹമ്മകാ വതുഗ്ഫറു ദംബുകാ മുഹമ്മദ് മുസ്തഫ. ഓരോ സ്വലാത്തും ചൊല്ലുമ്പോ നിന്റെ എല്ലാ സംഗതികൾക്കും ആ സ്വലാത്ത് മതിയാകുമേ, പോരാ നിന്റെ ദോഷം പൊറുച്ചു കിട്ടുമേ. ദോഷം പൊറുക്കുകയും ചെയ്യും. സർവമാന കാര്യങ്ങൾക്കും സ്വലാത്ത് മതിയാകും. ഓരോ സ്വലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ ഹൃദയം ശുദ്ധിയായി നിന്റെ ആത്മാവ് വൃത്തിയായി ഒരു ഉമ്മപറ്റ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്ക്, നിഷ്കപടതയിലേക്ക് നീ മടങ്ങി വരുമേ മുഹമ്മദ് മുസ്തഫ. പാകി ഒച്ച വിട്ടിട്ട് ഇപ്പൊ ഇതാകെ പറഞ്ഞേ. 1 ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുക, 2 മുത്ത് റസൂലുള്ളാഹിയുടെ തിരുഹദറത്തിലേക്ക് സ്വലാത്ത്. ഈ വാദ കേട്ട് ഈ നേരം മുതൽ താഴെ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, ചൊല്ലിക്കേ. ഇപ്പൊ ഈ കാഞ്ഞങ്ങാട് ടൗണിലടക്കം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മനുഷ്യന്റെ വ്യക്തിത്വ പുരോഗതിക്ക് വേണ്ടിയുള്ള കോഴ്സ് ധാരാളം ആൾ പോകുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ്, വ്യക്തിത്വ വികസനത്തിന് വേണ്ടി. നമ്മുടെ ഈ ചത്ത കളി മാറ്റിയിട്ടൊന്ന് ഉസാറാക്കാൻ വേണ്ടിയിട്ട്. ഭംഗി കൂട്ടാനൊന്നും കഴിയില്ല, അതുള്ളതേ ഉണ്ടാവും. ഉസാറ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടാവും. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളിലുള്ള അവസരമല്ല. കേൾക്കണേ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ ശരിക്കും ഇരുന്ന് കേൾക്കണേ. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടും മാനിക്കൊണ്ടും പോയിക്കൊണ്ടും വന്നുകൊണ്ടിരിക്കരുത്. ചില ആൾക്കാർ ഗൾഫിലായിട്ട് പോയിട്ട് അങ്ങ് ഇറങ്ങി, വിദ്യാഭ്യാസം ഒന്നുമില്ല, ഓൻ വെറുതിരിക്കൂല, ഓൻ റൂമിൽ പോയിട്ട് എന്താ ചെയ്യാൻ കഴിയുക. ഇനി അല്പം ഒരു എന്താ പറയാ, സ്വന്തമായിട്ടൊരു പരിപാടി നടത്താനുള്ള മാനസിക ധൈര്യം ഇല്ലാത്തവൻ പോയിട്ട് എവിടെയെങ്കിലും ശമ്പളത്തിൽ നിൽക്കും, അങ്ങനെ ഉണ്ടാകുക. എന്നാൽ ഒരിക്കലും വേറൊരാളെ കീഴിൽ നിൽക്കാനുള്ള മൈൻഡില്ലാത്തവൻ എന്താ ചെയ്യുന്നറിയോ? എവിടെന്നെങ്കിലും കുറച്ച് പൈസ റോൾ ചെയ്തിട്ട് സ്വന്തമായിട്ട് പരിപാടി ഒപ്പിക്കും. ഒന്ന് തുടങ്ങി, പിന്നെ ഒന്നുകൂടി തുടങ്ങി, പൈസ ഒന്നും ഉണ്ടാകൂല. ശൂന്യതയിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ അവിടെയുള്ള അൻസാരികളോട് ചോദിച്ചു, എവിടെന്നാ സാധനം എടുക്കേണ്ടത്, അത് കാണിച്ചാൽ മതി, വിക്കല് ഞാൻ വിറ്റോളൂ. മൂപ്പര് മക്കയിലെ കച്ചവടക്കാരനാണ്, നല്ല കോൺഫിഡൻസ് മൈൻഡുള്ള, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. മൂപ്പര് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി, മദീനയിൽ നിന്നും. അപ്പോ അങ്ങനെ മനസ്സിന് നല്ല, ഈ തടിക്ക് നല്ല ഉഷാറുണ്ട്, കട്ടി മേശുണ്ട്, ചുവന്ന ചുണ്ടുണ്ട്, കറുത്ത പുരികയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പൈസ ഉണ്ടാക്കാൻ ആവൂല, പോട്ടെ വിദ്യാഭ്യാസം ഉണ്ട് എന്നാലാവൂല.
വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് 100 റുപ്യ ഉണ്ടാക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. എനിക്ക് തന്നെ ഞാൻ ഇവിടെ കാഞ്ഞങ്ങാട് വന്ന കാലത്ത് കുറേ ഈ രാത്രിയാകുമ്പോൾ കുറേ മനുഷ്യന്മാർ ഒന്നിച്ചിരിക്കുന്ന കുറേ ഗല്ലിയുണ്ട്. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കാഞ്ഞങ്ങാട് വരെ രാത്രി 9 മണി, 10 മണി, 10:30 മണി, 11 മണി. അന്ന് ഈ തുമ്മാൻ തിന്നലുണ്ട്, സിഗരറ്റ് വലിക്കലുണ്ട്, രണ്ടും കൂടി ഉണ്ട് ചില മനുഷ്യന്മാർക്ക്. ഇതിട്ട് അങ്ങനെ വലിയ 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 വടായി. അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്ന്, ഇവിടെ നിന്ന് ഒരാൾ അമേരിക്കയിൽ പോയി, ബാങ്കോക്കിൽ പോയി, സിംഗപ്പൂരിൽ പോയി, അങ്ങ് പോയി, ഇങ്ങ് പോയി, എല്ലാം കൂടി ഇവരെടുത്തിരുന്നാൽ ലോകം ഒരു ലോകമോരുണ്ടാ പോലെ എൻ കയ്യിൽ എന്നോ പറഞ്ഞ പോലെയാവും. എല്ലാം ഉണ്ടാവും. 10 റുപ്യക്ക് ഈച്ചയിലുണ്ടാവില്ല. എന്നെ തന്നെ ശ്രദ്ധിക്കണേ. ചില മനുഷ്യന്മാരുണ്ട് രാവിലെ ടൗണിൽ വരും, എന്നിട്ട് 1 കോടി ബാംഗ്ലൂരിലേക്ക് അങ്ങോട്ട് പോയി, 4 കോടി ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ കോടി. ഇത് തമാശ പറയല്ല. ഒരുത്തൻ്റെ കോടി സഹിക്കാൻ കഴിഞ്ഞിട്ട് അവൻ്റെ മോന് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് എപ്പോഴും ആ കോടി പറയുന്ന ഇന്നാലിന്ന് ഒരുത്തനില്ലേ, മോൻ്റെ മോനാ ഞാൻ പഠിച്ചോന്നെ. ഈ മോൻ പോലും അറിഞ്ഞു പോയോ? 1 കോടി അടന്ന് വന്ന് 2 കോടി അങ്ങോട്ട് പോയി, വൈകുന്നേരം 5 റുപ്യ ഉണ്ടാവില്ല. മറ്റവൻ്റെ കീഴിൽ നിന്ന് 10 റുപ്യ മേടിച്ചിട്ട് പുരയിലേക്ക് പോകും. എന്നാൽ വേറെ കുറേ ആൾ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ കോടിയും ഈ എന്താ പറയുക ഉപ്പും പെട്ടി അസോസിയേഷൻ, കടത്തിണ്ണ അസോസിയേഷൻ, ബസ് ഷെൽട്ടർ അസോസിയേഷൻ, മുറിഞ്ഞു വീണ പോസ്റ്റ് അസോസിയേഷൻ, ഇതെല്ലാം നാട്ടിൽ നിന്ന് ഇങ്ങനെ പല്ലിക്കൊത്തി കണ്ട ബിരിയാണിയൊക്കെ തന്ന് നടക്കുമ്പോൾ കുറേ ആൾ നാട് വിട്ട് പോയിട്ട് ബോംബെയിൽ നിന്നും ഗൾഫിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കി. അങ്ങനുണ്ട്. മനസ്സിന്റെ ധൈര്യമാണ്. അതില്ലാതെ നല്ല വെള്ളേ നല്ല ഭംഗിയിലുണ്ട്. അതായിട്ടല്ലോ അത് പറഞ്ഞേ, നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവനെ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ഈ കൂട്ടത്തിൽപ്പെട്ട നമ്മൾ ആരെങ്കിലും ഒരു ദിവസം ഏൽപ്പിച്ചാൽ അന്തരിക്കുന്ന അവസ്ഥ, അതിന് പിറ്റേന്ന് തന്നെ മരിച്ചു. ഇതെല്ലാം കൂടി ചിന്തിച്ചിട്ട് ആവോ? ഇന്ത്യന്റെ പ്രധാനമന്ത്രി പോട്ടെ, അത് പറ്റിയാളുണ്ട്, ഇല്ലാന്നല്ല, എല്ലാവർക്കും ആവോ? പഞ്ചായത്തിന്റെ കാലമാണ്. പഞ്ചായത്ത് പ്രസിഡന്റായി അല്ലെങ്കിൽ മെമ്പറായ അന്ന് മുതൽ ആ വാർഡിന്റെ നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം അനവരതം അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന വാർഡ് മെമ്പർമാരില്ലേ, ഇല്ലേ? അവരെപ്പോഴും നാട്ടുകാരോട് തന്നെ ഉണ്ടാവും. എന്നാൽ വാർഡ് മെമ്പറിങ് ആയതിനു ശേഷം ഫ്രീസറിൽ വെച്ചു ഉണ്ട്. അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് ഫ്രീസർ നിങ്ങൾ എടുത്തു, ഒന്നും കൂടി കൊപ്പായിലിട്ടിട്ട് നമ്മളൊന്നും കൂടി മത്സരിപ്പിക്കണം, അങ്ങനെയല്ലേ പറയാള്? ഇങ്ങോട്ട് 5 കൊല്ലം അല്ലേ? അങ്ങനെയുണ്ട് കുറെ ആള്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആക്ടിവിറ്റി ഉണ്ടാകണം, ഊർജ്ജസ്വലതയുണ്ടാകണം, സജീവത ജീവിതത്തിൽ. ആഖിറത്തിന്റെ കാര്യമാണ്. ചത്തുപോകാൻ പാടില്ല. ളുഹറിന്റെ ബാങ്ക് കൊടുത്താൽ അരമണിക്കൂർ കഴിയട്ടെ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം പാടില്ല. സുബ്ഹിയുടെ ബാങ്ക് കൊടുത്താൽ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം പാടില്ല. എവിടെയെങ്കിലും 4 പേര് കള്ളു കുടിക്കാനിരുന്നാൽ ഞാനും ഒരു ക്ലാസ് കുടിച്ചാൽ എന്താ വന്നു പോവുക? ആകാശം പൊളിഞ്ഞ് താഴെ വീഴുമോ? ചിന്തിക്കാൻ പാടില്ല. ബാങ്കിലിട്ട പൈസയിൽ നിന്ന് 5000-ഓ 10,000-ഓ എടുക്കാൻ പോയപ്പോ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പലിശയുടെ പൈസയുണ്ട് 75,000 രൂപ. ഇവനോട് പറഞ്ഞു എല്ലാ തലയെക്കെട്ടുകാരും, തൊപ്പിയിട്ടയാളും നെറ്റിക്ക് തഴമ്പുള്ളയാളും അത്ര പുരട്ടിയാളും ഹജ്ജിന് പോയാളും ഉംറയ്ക്ക് പോയാളും പലിശ വാങ്ങുന്നില്ലേ? നിങ്ങൾക്ക് എന്താ 75,000 പലിശയില്ലേ? അല്പം അതിൽ നിന്ന് പലിശ എടുത്താൽ പോരെ? എന്തിനാ നേരത്തെ നിങ്ങൾ ബാങ്കിലിട്ട അക്കൗണ്ട് ചെയ്ത പൈസയിൽ നിന്നെടുക്കുന്നത്? പലിശ വാങ്ങിയാ പോരെ? ഇവന്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നൽ എന്താ? എടുത്താൽ എന്താ? തൊപ്പിയിട്ടയാൾ പലിശ വാങ്ങുന്നില്ലേ? നെറ്റിക്ക് തഴമ്പുള്ളയാൾ പലിശ വാങ്ങുന്നില്ലേ? ഹജ്ജിന് പോകുന്നയാൾ പലിശക്കാരില്ലേ? എനിക്കും വാങ്ങിയാൽ എന്താ എന്ന് ചിന്തിക്കുമ്പോ വേണ്ട അത് പലിശയാണ്. പടച്ചറപ്പ് ഹറാമാക്കിയതാണ്. ഇവിടെ മുജാഹിദും ജമാഅത്തും സുന്നിയും തമ്മിൽ തർക്കമില്ല. ശാഫിയും ഹനഫിയും ഹംബലിയും മാലിക്കിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെ നിഷിദ്ധമാക്കിയതാണ്. അള്ളാന്റെ ഖുർആനാണ്, പരിശുദ്ധ ഖുർആന്റെ നസ്സാണ്. അതുകൊണ്ട് പലിശ ഞാൻ വാങ്ങില്ല എന്നങ്ങ് തീരുമാനിച്ചു. ബാങ്കിൽ നിന്ന് 5000 അവന്റെ നേരത്തെയുള്ള അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് പലിശ എനിക്ക് വേണ്ട എന്ന് തറപ്പിച്ചുറപ്പിച്ച് ഉദ്യോഗസ്ഥനോട് പറയുന്ന മനസ്സില്ലേ? മുഅ്മിനേ, എല്ലാ സമയവും നിനക്കതാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് പഴയ പോലെയല്ല. എത്ര വയസ്സുള്ളവർക്കും ദോഷം ചെയ്യാനുള്ള
ചാൻസാണ്. 65-70 വയസ്സുണ്ട്, ശാരീരികമായി കുറെ രോഗങ്ങളുണ്ട്. അവനെയും ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. കേൾക്കണം, 60 വയസ്സുള്ളവനെയും 70 വയസ്സുള്ളവനെയും 80 വയസ്സുള്ളവരെയും ആഗ്രഹിക്കുന്ന പെണ്ണുണ്ട്. നേരെ തിരിച്ചും 60-ഉം 70-ഉം ഒക്കെ വയസ്സുള്ള പെണ്ണിനെ ആഗ്രഹിക്കുന്ന യുവാവുണ്ട്. പ്രായമുള്ളവല്ല, പ്രായമുള്ള മനുഷ്യരെ ആഗ്രഹിക്കുന്ന യുവതിയുണ്ട്. അതേപോലെ പ്രായമുള്ള പെണ്ണിനെ ആഗ്രഹിക്കുന്ന യുവാക്കളുണ്ട്. വ്യഭിചാരം ചെയ്യാനുള്ള ചാൻസ് പുതിയ കാലത്ത് അധികമാണ്. വ്യഭിചരിക്കാനുള്ള ഗോൾഡൻ ചാൻസ് പുതിയ കാലത്ത് അധികമാണ്. ഒരു ചാൻസ് കിട്ടി, നല്ല പ്രൈവസിയാണ്, ആരും കാണാനില്ല. പെണ്ണിന്റെ വീട്ടിൽ ചെന്നു, പെണ്ണ് പിൻവാതിൽ അടുക്കള ഭാഗത്തുള്ള പിൻവാതിൽ തുറന്ന് അവനെ അകത്തേക്ക് കയറ്റാൻ പോകുമ്പോ ഇവന്റെ ഹൃദയത്തിൽ ഒരു പശ്ചാത്താപത്തിന്റെ വീണ്ടു വിചാരത്തിന്റെ കൊള്ളിയാൻ മിന്നി അല്ലാ ലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. നീ ഹറാമാക്കിയതല്ലേ, അടുക്കരുത് എന്ന് പറഞ്ഞതല്ലേ, ചെയ്യണ്ടെന്നല്ലോ പറഞ്ഞേ, അടുക്കരുതെന്നല്ലേ പറഞ്ഞത്. ഞാനും ഒരു ഉമ്മാന്റെ മോനല്ലേ, എന്റെ ഉമ്മ വ്യഭിചരിക്കപ്പെട്ടവളല്ലല്ലോ, ഞാനൊരു ഉപ്പാന്റെ മോനല്ലേ. ഉപ്പ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കേസ് കേട്ടിട്ടില്ലല്ലോ. നല്ല വാപ്പാന്റെ നല്ല ഉമ്മാന്റെ മകനായി പിറന്ന ഞാൻ എങ്ങനെയാണ് വ്യഭിചരിക്കുക? വേണ്ട. പെണ്ണിന്റെ മുമ്പിൽ, പെണ്ണിന്റെ താരുണ്യത്തിന്റെ ഭംഗിയുടെ മുമ്പിൽ നിന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നേ. സൗന്ദര്യമുള്ള, ലാവണ്യമുള്ള, താരുണ്യമുള്ള, ഭംഗിയുള്ള പെണ്ണിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എന്റെ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറാൻ കഴിയണോ? ഊർജ്ജസ്വലതയുള്ള ആത്മാവുണ്ടാകണം, കരുത്തുള്ള ആത്മാവുണ്ടാകണം, നല്ല ആക്ടിവിറ്റിയുള്ള ആത്മാവുണ്ടാകണം. ആക്ടിവിറ്റിയുള്ള ഊർജ്ജസ്വലതയുള്ള ആത്മാവുണ്ടാകാൻ 1 ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ, 2 സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ. മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമൊന്നുമല്ല, എപ്പോ ഇസ്രായേൽ വരാ. ഇപ്പോ ഇതിനടുത്തൊരു സ്ഥലത്ത് നിവേദനത്തിന്റെ പരിപാടിക്ക് പോകുമ്പോൾ ഒരു അംസ എന്നോട്, ഉസ്താദ് ഇത്ര വയസ്സായ സ്പീഡില്. ഞാൻ പറഞ്ഞു ഇത്ര വയസ്സായി. ഉസ്താദ് രക്ഷപ്പെട്ടു, വേഗം പറയണം. എന്താ, ഇപ്പൊ 55 വയസ്സിൽ താഴെ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. ഒന്ന് തമാശ പറഞ്ഞാൽ, ഈ കൊറോണയ്ക്ക് ശേഷം 60 വയസ്സിന്റെ മേലെ പോയവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബ്രേക്ക് പിടിച്ചിട്ടുള്ളത് താഴോട്ടടിച്ചു പോവുകയാണ്. പണ്ട് കടലാഞ്ചിക്ക് കയറിയിട്ട് ഗൾഫിൽ പോയ പോലെ ആളുകൾ മരിച്ചു തീരുകയാണ്. മരിക്കുമ്പോ ചിരിച്ചിട്ട് ഈമാനോടെ ശരിക്കും പറഞ്ഞാൽ നല്ല ആരോഗ്യം വേണ്ടത് ജീവിക്കാനല്ല കേട്ടോ, മരിക്കാനാണ്. അത് കടന്നോർത്താ പോലെയും ജീവിക്കും. ഇന്നലെയും കണ്ടു, നല്ല ഇന്ന് ചിരിച്ചു കിടക്കുക, ഭയങ്കര ചിരി. പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഖത്തീബ് ഉസ്താദ് മയ്യത്തിന്റെ തുണി നീക്കിയിട്ട് ഒന്ന് മുത്തി. അത് കണ്ടപ്പോൾ പള്ളിയിലെ നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ പുരക്കുന്ന ആവുച്ചാൻ്റെ മയ്യത്ത് മുത്തിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നേ, പിന്നെ ഇവിടുന്നൊരു മുത്തൽ, നിങ്ങൾ ആരെയാണ് മുത്തലുമില്ലല്ലോ. അപ്പം നമുക്ക് ഖത്തീബിന്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു, വർത്താനൊന്നും പറഞ്ഞില്ല. ഖത്തീബ് ഉസ്താദിനെ ചോദിച്ചു, ആരെങ്കിലും കുടുംബക്കാരെങ്കിലും കാണാനുണ്ടോന്ന്. അവർ 2-3 ആൾ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് മയ്യത്ത് ഖത്തീബ് ഉസ്താദിനെ കാണിച്ചു കൊടുത്തു. ഖത്തീബ് ഉസ്താദ് സാധനം ആർക്കും അങ്ങനെ മയ്യത്ത് കാണിച്ചു കൊടുക്കുന്നില്ല, കുടുംബക്കാരുണ്ടാകല്. ഇത് മൂപ്പരന്നെ കാണിച്ചു കൊടുക്കാൻ. ഇത് ഒന്നും കൂടി മുത്തി, 3 മുത്തല്. അപ്പം നാട്ടുകാർ മെല്ലെ സ്വകാര്യം വിളിച്ചോടി, ഇതെന്ത് മുത്തല, ആ മുച്ച നിങ്ങൾ തമ്മിൽ എന്താ ഇടപാടെന്ന് ചോദിച്ചു. ഇതരേ മുത്തലാണല്ലോ. അവൻ മൂപ്പർ ഒരേ കരച്ചില് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു മയ്യത്ത് കണ്ടിട്ടില്ല. മൂപ്പരിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചിരിക്കും പോലെ തോന്നലുണ്ട്, ഇത് ചിരിച്ചു പിടിച്ചിട്ടുള്ളത്. മതിയാകുന്നില്ല. ഇങ്ങനെ എത്ര നല്ല മനുഷ്യന്മാരെന്നറിയോ. എന്താ ഇതെന്നറിയോ, അത് ഈ ആത്മാവിനെങ്ങനെ ഓരോന്ന് ഈ മരിക്കാൻ ചിലപ്പോൾ ഇപ്പൊ ഈ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ പറയൽ കുറച്ച് ജാസ്തിയാണ്, വേണം. അതെല്ലാവർക്കും അല്ലാഹു തആല തരട്ടെ. വൽ ലിൽ മുത്തഖീൻ. മരിക്കോളം നന്നാകണ്ടേ? മരിക്കുമ്പോൾ മാത്രം ആഖിബത്ത് നന്നായിട്ട് പോയാൽ മതിയോ? എല്ലാ കള്ളൂടിമാർക്കും ആഖിബത്ത് നന്നാകണം. മരിക്കോളോ അത് നന്നാവൂല, അത് തോന്നിയ പോലെ. ഇപ്പൊ ഇത് പറയാൻ കിട്ടായിട്ട് ചില മനുഷ്യന്മാർ ആഫിയത്ത് നന്നാകാൻ വേണ്ടി ദ്വാരക്കണം, അങ്ങനെയും പറയുന്നുണ്ട്. ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറയാൻ കിട്ടാഞ്ഞിട്ട് കിട്ടിയിരുന്നല്ലോ അതേ ആഫിയത്ത് നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. അതിന്റെ ഉസാറ് കൂടാൻ വേണ്ടിയിട്ടല്ലേ അർത്ഥം.
മരിക്കുന്നത് വരെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة മരിക്കുന്നത് വരെ ഇസ്തിഖാമത്ത് നേരായ മാർഗത്തിൽ സുബഹിക്ക് എഴുന്നേറ്റ് ഇശാ വരെ നിസ്കരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ ഉറച്ചു നിന്ന് ഹക്കായ വഴിയിൽ അങ്ങനെ പോയാൽ തതനസ്സലു അലൈഹിമുൽ മലായിക അവർ മരിക്കുന്ന നേരം അവരെ അടുക്കലേക്ക് മലായികത്തുകൾ റഹ്മത്തിന്റെ മലായികത്തുകൾ ഇറങ്ങി വരുമെന്നാണ്. മരിക്കുമ്പോ ഈമാൻ കിട്ടണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ദാ മരിക്കുമ്പോൾ എല്ലാവരും എന്നോട് നോദിയേ ആ സൂറത്തുൽ ഫജ്റിലെ അവസാനത്തെ ആയത്ത് ഓത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന സമാധാനം പ്രാപിച്ച ആത്മാവേ ഇർജിഇനി മടങ്ങി വാ ഇലാ റബ്ബികി നിന്റെ രക്ഷിതാവിലേക്ക്. മരിക്കുമ്പോ ഇങ്ങനെ മരിക്കാനാകണമെങ്കിലില്ലേ ഇപ്പോഴേ ഈ ആത്മാവിനെ നിസ്കരിച്ചും ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ വെള്ളിയാഴ്ച രാത്രിയല്ലേ ഇതുവരെ ചൊല്ലാത്ത അത്ര മൂല്യം കൂട്ടി, പ്യൂരിറ്റി കൂട്ടി, ഇതുവരെ ചൊല്ലാത്ത അത്ര ആത്മാർത്ഥത കൂട്ടി ഒരു സ്വലാത്തി ചൊല്ലേട്ടെ. ചൊല്ല് നേരെ ഇരിക്ക്. ഞാൻ ആ ചത്ത ഇരുത്ത ഒന്ന് നേരെ ഇരുന്ന് എല്ലാവരും ഇരിക്ക്. ചൊല്ല് അല്ലാഹുമ്മ ചൊല്ല് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഓരോ മുഹമ്മദ് പറയുമ്പോൾ ഇല്ലേ ഒരു പുളകം മുഹമ്മദുൻ ദിക്റുഹു റൗഹുൽ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമാമി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ. നമ്മളില്ലേ ഏറ്റവും മധുരിച്ച് പറയേണ്ട രണ്ട് പേരില്ലേ, ഒന്ന് അല്ലാഹു. പറഞ്ഞിട്ട് മതിയാകരുത്, സ്വന്തം ഓളെ പേര് പറഞ്ഞ് 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 അല്ലേ ആയിഷ 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 ആശ 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 അല്ലെ ആയിഷ ആശയായി പോകലില്ലേ, ആയിഷ ആശയായി പോകലില്ലേ ഓളോടുള്ള അല്ലെ സ്വന്തം ഓളെ പേര് കുട്ടികളുപ്പ കുട്ടികളുപ്പ കുട്ടികളുപ്പ. പുതിയ കാലത്ത് കുട്ടികളുപ്പ എന്ന് വിളിക്കൂല, എന്റെ അച്ചിക്ക എന്റെ പച്ചിക്ക എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഏതായാലും കുട്ടി സ്വന്തം മക്കളെ പേര് ഈ കാഞ്ഞങ്ങാടിന്റെ ഏറിയയിൽ അങ്ങനെ അല്ലെങ്കിലും ചില ഭാഗത്ത് പോയാൽ ബിച്ചു കച്ചു സിച്ചു ചങ്ങാതിമാരങ്ങനെയാ വിളിക്കുക. ചങ്ക് ഫ്രണ്ട്, പുതിയ കാലത്തെ സോഷ്യൽ മീഡിയയിലെ അല്ലെ പുതിയ ചങ്ക് ഫ്രണ്ട്സ്. എന്റെ അച്ചു, എന്റെ കിച്ചു, എന്റെ ബുസു, എന്റെ കിസു. ഇമ്മാത്രയിന്റെ അസല് പിന്നെ വേഗം പറയാ. ഇതിന്റെ ഫുൾ ഫോം അല്ലാഹു വേണം. എന്റെ കുസു എന്നാ പറയാ. സ്നേഹം മൊത്താൽ എപ്പോഴെങ്കിലും ഒന്ന് ഉള്ളി തട്ടിയിട്ട് ഹു ഹാ ഹി. ഇത് ഇഷ്കിൽ പറഞ്ഞതാ ഔദുല്ലാദമും ദിഫായി ശൈഖും ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളും. ഇനി അങ്ങനൊന്നും പറയണ്ട. എന്റെ അള്ളാഹു എന്ന് എന്റെ ഓളെന്ന് പറയല്ലോ എപ്പോഴും. എത്ര പറയലുണ്ട് എന്റെ ഓളെന്ന് ഇല്ലേ, എന്റെ മോളെന്ന് ഇല്ലേ, എന്റെ മോനെന്ന് ഇല്ലേ അല്ലേ. എപ്പോഴെങ്കിലും ഉള്ളി തട്ടിയിട്ട് മുത്തറസൂലുള്ളാഹി അള്ളാഹിനെ വിളിച്ചത് അങ്ങനെയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ തുടക്കം അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അങ്ങനെ പല സ്ഥലത്തും എന്റെ രക്ഷിതാവെന്ന് എന്റെ അള്ളാഹുന്ന് നമ്മൾ മധുരിച്ച് പറയേണ്ട രണ്ട് പേര്. ഒന്ന് അള്ളാഹു, മതിയാകരുത്. നാവിൽ അള്ളാഹു എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ആ മധുരം ഇങ്ങനെ തടിയിൽ കിനിയണം. ഒന്ന് ചൊല്ലിയാട്ടെ എല്ലാവരും, വെറുതെ അങ്ങനെ ചൊല്ലണ്ട. നാവിൽ അള്ളാഹ് എന്ന് പറയുമ്പോ തലച്ചോറ് കുലുങ്ങണം, ഹൃദയം ഇടിക്കണം, തടിയുടെ എല്ലാ ഭാഗവും. നമ്മള് പ്രേമത്തിന്റെ പാട്ട് പാടുമ്പോ കേൾക്കലില്ലേ, ഞാനും നീയും ഒന്നാണ്, ഒന്നും ഒന്നും രണ്ടാണ്, ഞാനും നീയും ഒന്നാണ് അല്ലെ. അത് കേൾക്കുമ്പോല്ലേ അങ്ങനെ എത്ര പാട്ടാ അല്ലെ. വിരഹത്തിൻ വേദനയറിയാൻ പ്രേമിക്കൂ ഒരു വട്ടം അല്ലെ അല്ലെ. ഈ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ അല്ലെ മധുരം നുണഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. കാമുകനായാലില്ലേ കാമുകിയോട് പിന്നെ ശുദ്ധ മലയാളേ പറയൂ. പിന്നെ കാനം കണ്ട ഭാഷ പറയൂല, മീൻ മേങ്ങിന്നൊന്നും പറയൂല, പിന്നെ മീൻ വാങ്ങിന്നേ പറയൂ. ഓളും അങ്ങനെ തന്നെയാണ്. ശുദ്ധ മലയാളം അറിഞ്ഞോടെങ്കിലും ഇല്ലേ അത് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞോട്ടെ, അള്ളാഹിനോട് വർത്താനം പറഞ്ഞൂടെ? അള്ളാഹിനോട് ഒന്നും വേണ്ട, പേരൊന്ന് പറഞ്ഞാട്ടെ, ഒന്ന് മധുരിച്ചിട്ട് പറഞ്ഞാട്ടെ. അല്ലാഹു 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 പറയും. അല്ലാഹു അല്ലാഹു. അതിങ്ങനെ അല്ലാഹു. ബിരിയാണി കണ്ടാ പിന്നെ ബിരിയാണിയാണ് അല്ലാഹു.
പോത്തിറച്ചി നെയ്ച്ചോറും കണ്ടാ പിന്നെ അല്ലാഹു അല്ലാഹു, അത് ഒരു കെട്ട് 2 കെട്ട് കിട്ടുമോ പഠിച്ചോനെ, അല്ലാഹു 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 പോത്തിറച്ചി 2. നമുക്ക് ഇപ്രാവശ്യം ഹജ്ജിന് പോയി നോക്കുമ്പോൾ അവിടെയുണ്ട് ഈ ഫ്രീ സർവീസ്, ഭക്ഷണം കൊടുക്കലുണ്ട് അവിടെ മിനയിലൊക്കെ. നിക്കിരിക്കുന്ന കാണാം, ഓടുന്ന കാണാം, ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. താല്പര്യം നിക്കിരിക്കാനല്ല, റവാത്തിബ് കരിക്കൂല, എല്ലാരെ കുറിച്ചും കേട്ടോ, ഫ്രീ ഭക്ഷണം ഉണ്ടാവും. അപ്പൊ ഫർള് കഴിഞ്ഞ ഒരൊറ്റ ഓട്ടാണ് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്. അറഫ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹജ്ജിന്റെ ഏറ്റവും വലിയ ആത്മാവാണ് അൽ ഹജ്ജു അറഫ. അറഫയിൽ കൊട വിതരണം, അങ്ങോട്ടൊരോട്ടം, ഇവിടെ ആപ്പിൾ വിതരണം, ഇങ്ങോട്ടൊരോട്ടം, മൊസംബി വിതരണം, അങ്ങോട്ടൊരു പാച്ചില്. സുബ്ഹാനല്ലാഹ്, ഇതെന്നെ പരിപാടി. നമ്മളെല്ലാ അമലിന്റെ മൂല്യം കളയല് ഫ്രീ കിട്ടുന്ന സാധനങ്ങളാണ്. ഒന്ന് ഉള്ളി തട്ടിട്ട് പറഞ്ഞേ അല്ലാഹ്, വെറുതെ മധുരിച്ചിട്ട് പറയണം. നമ്മുടെ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അല്ലേ മധുരിച്ചിട്ട്, മതിയാകരുത്. നിങ്ങളുടെ ദുനിയാവിൽ എനിക്കേറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ 3 എണ്ണമാണ്. 3 എണ്ണമാണ്. അത്വൈബു, 1 പെർഫ്യൂംസ് ആണ്, 1 സുഗന്ധദ്രവ്യമാണ്, 2 വന്നിസാ, 2 എന്റെ ഭാര്യമാരാണ്. ഭാര്യമാരെ മതിയാകരുത്. വെറും ആ സെക്സ്വൽ ലൈഫ് മാത്രമല്ല കേട്ടോ, അതും വിചാരിച്ച് കുത്തിരിക്കാൻ ചില മനുഷ്യന്മാര്. അത് മാത്രമല്ല, ഭാര്യമാരെ മതിയാകരുത്. 3 നിസ്കാരത്തിലുള്ള എന്റെ കൺകുളിർമ മതിയാകരുത്. അങ്ങനെ വജ്ജകത്തു, ഫാത്തിഹ, സൂറത്ത്, റുകൂഅ്, സുജൂദ്, 2 കഴിഞ്ഞാൽ 2, പിന്നെ 2, പിന്നെ 2. ക്ഷീണം തോന്നുകയേയില്ല, മടുപ്പ് വരികയേയില്ല, ഉറക്കം തൂങ്ങുകയേയില്ല, അലസത പിടികൂടുകയില്ല. വലം തു സുന്നതമൻ അഹ്യല്ലാമായില അനിസ്തകത് ഖദമാ ഹുല്ലുറ മിംബറമി മൗലായ. ഓർക്കെ, സല്ലി വസല്ലിം ദായി ഹബീബിക ഖൈർ. മതിയാകൂലെന്നാണ്. അപ്പൊ അല്ലാന്ന് പറഞ്ഞിട്ട് മതിയാകരുത്. അതേപോലെ ചൊല്ലേ മുഹമ്മദ് മുസ്തഫ പറ. ആ പേര് പറഞ്ഞിട്ട് നാവിലിങ്ങനെ മധുരിച്ചിട്ട് അത് ശരീരത്തിൽ മൊത്തം അതിന്റെ അനുരണനങ്ങൾ ഇറങ്ങിയിട്ട്, ആന്തോളനങ്ങൾ ഇറങ്ങിയിട്ട്, പ്രതിഫലനങ്ങൾ ഇറങ്ങിയിട്ട് വല്ലാത്തൊരു പുളകം. ഒന്ന് പറഞ്ഞിട്ട് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലുമ്പോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ആ പേര് പറയ്, മധുരിച്ചിട്ട് പറയ്. ഇതിങ്ങനെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ അർത്ഥം എന്നറിയോ? ഈ ഷുഗറും ഈ പറയതാ എന്നാ ചെയ്യ ഉസ്താദ്, ഉസ്താദി പറയും പോലെ എല്ലാം ചൊല്ലണമെന്നുണ്ട്. ഭയങ്കര ക്ഷീണം. ഈ ഉള്ളിലേക്ക് അള്ളയും റസൂലു ഊർജമായിട്ട് അങ്ങ് കയറിയാലില്ലേ, പിന്നെ തടിക്ക് ക്ഷീണമില്ല, പിന്നെ ഷുഗറും ഇല്ല. നിങ്ങളറിയോ, ഈ ഇവിടെ വരുന്ന അളമ്പാറ ഉസ്താദിനെ അറിയില്ലേ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇപ്പൊ ഈ നമ്മുടെ കല്ലൂരാവിയിൽ നിന്ന് 2 കാലുകൊണ്ട് നടക്കാൻ കഴിയാതെ പോയ ഒരു പെൺകുട്ടി, നിലത്ത് കുത്തിയിട്ട് നടക്കാനാകുന്നില്ല. ശരിക്കും കേൾക്കണേ, ആ പെൺകുട്ടിയെ എടുത്തിട്ട് കൊണ്ടുപോയി. ഇപ്പൊ 1 മാസമായിട്ടില്ല. അവിടെ നിന്ന് മന്ത്രിച്ചിട്ട്, വേറൊന്നും മന്ത്രിക്കൂല. മസൂദ് ഹുസൈൻ അറിയാലോ, കുറെ ഫാത്തിഹ ഓതും, കുറെ ലൗവൻസലിനെ ഓതും, അല്ലെ? പിന്നെ ഓതുക സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ. ഇതിങ്ങനെ ചൊല്ലുമ്പോ ആ നടക്കാൻ കഴിയാത്ത പെൺകുട്ടി നടന്നിട്ട് തിരിച്ചുപോയി. ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി. 2 ഈ അലംബർ ഹുസൈന് കണ്ണ് കാണൂലല്ലോ. 2 പെണ്ണുങ്ങൾ വന്നു. ഒരു പെണ്ണുങ്ങൾ കസേരയിൽ ഇരുന്നു, വേറെ പെണ്ണുങ്ങൾ താഴെ ഇരുന്നു. മന്ത്രിച്ചിപ്പോ ഇതിപ്പോ 2 ആഴ്ചനുള്ളിലാണ്. മന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ കരയുന്ന, മറ്റേ പെണ്ണുങ്ങൾ ചിരിക്കുന്ന. ഈ കസേരയിൽ ഇരുന്ന പെണ്ണുങ്ങൾ പറഞ്ഞു തരും, എനിക്ക് ഉസ്താദെ കുറെ കാലമായി ഞാൻ അത്തഹിയാത്തിന്റെ ഇഫ്തിറാസിന്റെ ഇരുത്തോ തവറുക്കിന്റെ ഇരുത്തോ ഇരുന്നിട്ട് ഞാൻ കസേരയിൽ നമസ്കരിക്കല്. ഈ മന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കാല് ഉസാറായി, ഞാൻ നിലത്തിരുന്നു, അത് കരഞ്ഞു പോയിന്ന്. ഈ കരച്ചിൽ കണ്ടിട്ട് അടുത്തിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിച്ചും പോയി. നോക്കണം, അങ്ങനെയാണ് മുത്ത് റസൂലുള്ളാഹിന്റെ പേര് നമ്മളൊന്നുമില്ല, ഇതാ നമ്മുടെ നാവില് മധുരിച്ചിട്ട് പറയുന്നില്ല. അള്ളാന്റെ പേര്, അതാ നമ്മളെ കുഴപ്പം. ഇൻഷാ അല്ലാഹ് ഊർജ്ജസ്വലമായ ആത്മാവായി ആത്മാവ് മാറാൻ
മരിക്കുമ്പോൾ നല്ല റാഹത്തോടെയാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച ആത്മാവേ, ഇർജിഇ, നീ മടങ്ങി. നമ്മൾ മരിക്കുമ്പോഴേ ഇങ്ങനെ മരിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ചുറ്റുഭാഗത്താളിരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, ആളുകൾ സംസം വെള്ളം ഇങ്ങനെ കോരിത്തരുന്നുണ്ട്, ആരോ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, മക്കളെല്ലാം വിലപിക്കുന്നുണ്ട്, നാട്ടുകാര് സങ്കടപ്പെടുന്നുണ്ട്. അതിന്റെ ഇടയിൽ കിടന്ന് മരിക്കുന്ന നേരം മണവാട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്ന പാട്ടുകാരെ പോലെ, മണവാളനെ ഒരുക്കി കൊണ്ടുപോകുന്ന പാട്ടുകാരെ പോലെ മലായികത്തുൽ കിറാം വന്നിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച ആത്മാവേ, ഇർജിഇ, നീ മടങ്ങി വാ, ഇലാ റബ്ബികി, നിന്റെ രക്ഷിതാവിലേക്ക്, റാദിയതൻ മർദിയതൻ, നീ സ്വയം പൊരുത്തപ്പെട്ട നിലയിലും പടച്ചവൻ നിന്നെ പൊരുത്തപ്പെട്ട നിലയിലും മടങ്ങി വാ പറയുന്ന അല്ലാഹു കേൾക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. എപ്പോഴും ചിന്തിക്കണം, ഉള്ളു ശുദ്ധിയാക്കി വെക്കണം. കാരണം എന്നാലേ അല്ലാഹ് കബൂൽ ചെയ്യൂ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, ശുദ്ധിയുള്ളതിനെ അല്ലാതെ അല്ലാഹ് കബൂൽ ചെയ്യൂല. അല്ലാഹ് നമ്മളെ ഏറ്റെടുക്കണമെങ്കിലില്ലേ, നമ്മളെ പുറത്ത് മയ്യത്ത് കുളിപ്പിച്ചാ പോരാ, ഉള്ളു. അതാ ഞാൻ പറഞ്ഞ ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന്, വേണ്ടിയിട്ട് ചൊല്ലണം. സ്ത്രീകളെ ആണുങ്ങളെക്കാൾ അധികം ചൊല്ലണം. പെണ്ണുങ്ങളോട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ ഇന്നി റഅയ്തുകുന്ന അക്തറു അഹ്ലിന്നാർ, സ്ത്രീകളെ നിങ്ങളെ ഞാൻ നരകത്തിലധികമായിട്ട് കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, തസദ്ദഖന, നിങ്ങൾ സദഖ ചെയ്യണേ, വഅക്തിർന മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണേ. സദസ്സിലേക്ക് ബക്കറ്റ് പോയിട്ടുണ്ട്. എല്ലാവരും കൊടുക്കാൻ കഴിയുന്നതിന്റെ പരമാവധി സദഖ ചെയ്യണമെന്നറിയിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ ചീരണി ദിവസം അടുത്ത് വരികയാണ്, ഉറൂസിന്റെ അവസാന ദിവസം. ഇറച്ചി ഒരു 25 കിലോ 25 കിലോ 25 കിലോ ഇറച്ചി കൊടുക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരാളോട് ഇരിക്കുവാനെ, പിന്നെ ഇവരോടും ചോദിച്ചാൽ മതിയല്ല, 25 കിലോ കൊടുക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ഒരു 10 കിലോ അല്ലെങ്കിൽ 5 കിലോ അല്ലെങ്കിൽ 50 കിലോ, ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയതെങ്കിൽ കുഴപ്പമില്ല, 50 കിലോ ഇറച്ചി അത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത്വാമ്, പൈസക്കാരനെയും ഭക്ഷിപ്പിക്കാം, പൈസ ഇല്ലാത്തവനെയും ഭക്ഷിപ്പിക്കാം. ഇത് ഇസ്ഹാഖ് വലിയുള്ളാഹിയുടെ ഭക്ഷണമാണ്. ഇപ്പോൾ ഇന്നത്തെ തവസ്സുൽ ദുആന് മലപ്പുറത്ത് നിന്ന് വരെ ആളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തവസ്സുൽ ദുആന് വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായില്ലേ ഏജുണ്ടാവും. അന്ന് തന്നെ നമ്മുടെ ഈ ചിത്താരി മാണിക്കോത്ത് പരിസരത്തെ ചില മാരക രോഗങ്ങൾ ഇവിടുത്തെ തവസ്സുൽ ദുആ കൊണ്ട് മാറി. അടുത്ത കാലത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മുട്ടന്തലക്കാരന് എത്രയോ മാരക രോഗങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഈ ലൈവിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ സെൽഫികൾ അവിടെ നിന്ന് മാറി, അവിടെ നിന്ന് ആരാ മാറ്റിയെന്നൊക്കെ ചോദിക്കും. ഇവിടെ നിന്ന് മാറ്റിയാലും അല്ലാഹു തആല മാറ്റുക, അത് മഹാന്മാരെ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല മാറ്റി, അത്രേ ഉള്ളൂ. അതൊരു പ്രായോഗികമായി. 10 കിലോ എന്ന് പറഞ്ഞാൽ മതി. അത് പറയുന്നത് 3000 റുപ്യാവും. ഇത് 25 ദിനം 3000 6 മുട്ടന്തലക്കാറില്ലേ കാണുന്ന ഉറൂസിൻ്റെ ഇവിടെ 50 കിലോ കൊടുക്കണം. അല്ല 8 കിലോ കൊടുക്കണമെന്ന് എനിക്ക് 10 കിലോ ഓരോ ആൾ 10 കിലോ ഒരു 3000 റുപ്യൻ്റെ ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് പുരുഷന്മാരുടെ ഭാഗത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർ കൈ പൊക്കുകയോ അല്ലെങ്കിൽ ബദറുണ്ട് ഇവിടെ അവനെ കൊണ്ട് എഴുതിപ്പിക്കുകയോ, മരിച്ചുപോയ ഉമ്മയെ കരുതി ബാപ്പയെ കരുതി അവരെ ഖബറിൽ നല്ല റാഹത്തും നല്ല സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉറൂസ് മുബാറക്കിൻ്റെ പരിശുദ്ധ സ്റ്റേജിൽ വെച്ചിട്ട് ഒരാൾ ആദ്യം എഴുതിയാലില്ലേ ബാക്കിയെല്ലാവരും എഴുതിക്കോളും. ഇൻഷാ അല്ലാഹ് ഓരോ ആളൊന്ന് എഴുതിയേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ചെൻ്റെ ഈ വാലെന്നെ പറയട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 1-2 ബക്കറ്റ് കളക്ഷൻ ഉണ്ട്. എല്ലാവരും ബക്കറ്റിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക, മറക്കരുത്. അപ്പോൾ അതിൽ ഒന്ന് ഇൻഷാ അല്ലാഹ് സദസ്സിലേക്ക് പോയിട്ട് എഴുതാൻ താല്പര്യമുള്ളവരൊന്ന് എഴുതിപ്പിച്ചാൽ സ്റ്റേജ് നാമം പേടിച്ചിട്ട് പറയില്ല, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും അങ്ങ് അയച്ചാൽ മതി. ഒരു സഹോദരിയുണ്ട്, കാലിന് സുഖമില്ലാത്ത, അല്ലാഹു തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറ. അത്ഭുതകരമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോൾ റാഹത്തിൽ മരിക്കണം, ചിരിച്ചിട്ട് മരിക്കണം, സ്വർഗം കണ്ണിൽ ഇങ്ങനെ കാണണം.
ഈ ലോകത്തെ ഏറ്റവും സുഖമുള്ള ദിവസം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഈ ലോകത്തെ ഏറ്റവും സുഖമുള്ള ദിവസം ഏതാ? എല്ലാവർക്കും അത് ഇങ്ങനെ പറയും, കല്യാണം കഴിഞ്ഞ അന്ന്, അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ എന്തെല്ലാം പറയും. അതൊന്നും ആകരുത്. ഏറ്റവും സുഖമുള്ള ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ റൂഹ് പിരിഞ്ഞു പോകുന്ന ദിവസമാകണം. അന്ന് മലായികത്തുൽ കിറാമിനെ കാണണം, അന്ന് സ്വർഗം കണ്ണിൽ ഇങ്ങനെ കാണണം, അന്ന് ചിരിച്ചിട്ട് പോകാൻ കഴിയണം. വലയിൽ നിന്ന് കരയുമ്പോഴും മയ്യത്തെടുത്തു കൊണ്ടുപോകുന്ന നേരം കത്തിമോനി പറഞ്ഞ് പോകാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ ഒരുങ്ങണം, ഇപ്പോഴേ ആത്മാവിനെ ശുദ്ധി ചെയ്യാനുള്ള പണിയെടുക്കണം. ഒന്നുകൂടി കേൾക്കണേ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇതുവരെ ജീവിച്ച പോലെ തന്നെ അങ്ങനെ നിക്കരിക്കലുണ്ട്, അതിൻ്റെ ഇടയിൽ ഹറാം ഇങ്ങനെ ചെയ്യലുണ്ട്. എന്തുണ്ടാകാന്നറിയോ? ദിവസങ്ങൾ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മനസ്സ് ഇടുങ്ങി, സന്തോഷം നഷ്ടപ്പെട്ട്, ഭാര്യയും ഭർത്താവും പിണങ്ങി, മക്കളും മാതാപിതാക്കളും അകന്ന്. ഇപ്പൊ കാണുന്നില്ലേ, ഇതര മതസ്ഥർക്ക് പോലും നമ്മളെ വേണ്ടാണ്ടാകുക. കാര്യം ഇതാണ്, നമ്മൾ ആത്മീയമായിട്ട് ശോഷിച്ചു, നമ്മുടെ ആത്മാവ് വരണ്ടു, നമ്മുടെ ഉള്ളിൽ ഈമാന്റെ പ്രകാശമില്ലാതായി, ആർക്കും നമ്മളെ വേണ്ടാതായി. കറിയിലെ കറിവേപ്പില പോലെ നാം അവഗണിക്കപ്പെട്ടു. നമ്മൾ ആത്മീയമായിട്ട് ഉണർന്നാലില്ലേ, ശുദ്ധിയുള്ളൊരു മനസ്സും ശുദ്ധിയുള്ള ശരീരം ഉണ്ടായാലില്ലേ മുഖത്തതിന്റെ പ്രസന്നത വരും. ഇവിടുത്തെ എല്ലാ മതസ്ഥരോടും ചിരിക്കണമെന്ന് തോന്നും. ഇവിടുത്തെ എല്ലാ മതസ്ഥരുടെയും സങ്കടങ്ങളിൽ സജീവമായി. ഇപ്പൊ എന്താ അവസ്ഥ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൻ മണ്ടൂല, എപ്പോ മുഖത്തൊരു മൂഡ് ഓഫ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമീങ്ങൾ പോലും പരസ്പരം മിണ്ടുന്നില്ല. അതേ സമയത്ത് ഉള്ളങ്ങുണർന്നാൽ, ആത്മാവ് പ്രകാശിക്കാൻ തുടങ്ങിയാൽ, ഇവിടത്തെ ഹിന്ദുവിനെ കണ്ടാൽ, ക്രിസ്ത്യാനിയെ കണ്ടാൽ, മതമില്ലാത്തവനെ കണ്ടാൽ അടുത്തുപോയിട്ട് അവന്റെ സങ്കടങ്ങൾ കേൾക്കും, അവന്റെ സന്തോഷങ്ങളിൽ ഭാഗവാക്കാകും. ഒരു ഉമ്മപെറ്റ മക്കളെ പോലെ, ഒരു മാലയിലെ മണികളെ പോലെ, ഒരു ചെറുപ്പിന്റെ പൊല്ല് പോലെ, ഒരു പൂങ്കാവന ചില പൂക്കളെ പോലെ നമ്മൾ നല്ല ഐക്യമുള്ള, സ്നേഹമുള്ള, ഒരുമയുള്ള സമൂഹമായിട്ട് മാറും. മദീനയിൽ ജൂതന്മാര് താമസിച്ചിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അൻസ്വാറുകളും മുഹാജിറുകളും താമസിക്കുമ്പോൾ അവിടെ ധാരാളം ജൂതന്മാരും ഉണ്ടായിരുന്നു. ജൂതന്മാർക്ക് ഈ മുസ്ലിമീങ്ങളോട് ഇങ്ങോട്ടും, അതേപോലെ മുസ്ലിമീങ്ങൾക്ക് ജൂതന്മാരങ്ങോട്ടും നല്ല ബന്ധമായിരുന്നു, അടുപ്പമായിരുന്നു. ആ കാലം മുതൽ 1400 കൊല്ലമായി മുസ്ലിമീങ്ങളുടെ അടുത്തെല്ലാം അമുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കലും അമുസ്ലിമീങ്ങൾക്കൊരു തലവേദനയോ പ്രയാസമോ മുസ്ലിമീങ്ങളെ കൊണ്ടുണ്ടായില്ല, ഉണ്ടാവുകയുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താൻ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നു, നമ്മുടെ ഉള്ളു ശുദ്ധിയാക്കിയെടുക്കാനുള്ള പണി തുടങ്ങുക. ഒരു ഇസ്തിഗ്ഫാറും സ്വലാത്തും മാത്രമൊന്നുമല്ല, എന്തെല്ലാം അമലുണ്ടോ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ ശുദ്ധിയാക്കിയവർ വിജയിച്ചു. ഇവിടെ കാണാൻ കഴിയും എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആത്മാവ് ശുദ്ധിയാകും. ഒരു വാത് കേൾക്കുക, ഒരു സ്വാലിഹായ മനുഷ്യന്റെ അടുത്ത് പോയിട്ടിരിക്കുക. വേണ്ട, ഇസ്ഹാഖ് വലിയുള്ളാന്റെ ഇപ്പൊ ഞാൻ പറയാം, ഒരു മൂഡ് ഓഫ്, അമൽ ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല. മഹാനായ വലിയുള്ളാഹിയുടെ അടുത്ത് പോയിട്ട് കുറെ നേരം ഇങ്ങനെ ഇരുന്നാ മതി. ഒരു പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും. അമൽ ചെയ്യാനുള്ള താല്പര്യമൊന്നും കിട്ടുന്നില്ല. കുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നോക്കിയ പെട്ടെന്ന് മനസ്സ് ചേഞ്ച് ആകും, പ്രകാശം കൽബിൽ വരും. നിങ്ങളറിയോ, മുസ്ലിമീങ്ങളാകാൻ വേണ്ടിയിട്ട് അമുസ്ലിമീങ്ങൾ ചൊല്ലിയ ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പം ഹൃദയം ഫത്ഹാകും. പിന്നെ ഒറ്റ ഹറാമിനോട് താല്പര്യം ഉണ്ടാകൂല. എല്ലാ അമലുകൾ ചെയ്യാനും താല്പര്യം കൂടും. മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ചൊല്ലിയ ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുൻകർ നക്കീർ അലൈഹി സ്വലാമിന്റെ ചോദ്യങ്ങളൊക്കെ റാഹത്താവും. മഹ്ശറിലെ ബുദ്ധിമുട്ട് ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുമ്പോൾ ചൊല്ലിയാൽ മതി. ഒരു കലിമ ചൊല്ലിയ മുസ്ലിമാകാം, ഒരു കലിമ ചൊല്ലിയ സ്വർഗത്തിലേക്ക് പോകാം. ഖബറിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ചൊല്ലുമ്പോൾ 1,70,000 ചൊല്ലേണ്ടി വരും. ഒറ്റക്ക് ഞാൻ പറഞ്ഞില്ലേ, മരിക്കുമ്പോൾ ഒരു കലിമ ചൊല്ലിയ രക്ഷപ്പെടാം, ഒരു കലിമ ചൊല്ലിയ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരാം. അത്രേ ഉള്ളൂ. അതിന്റെ പ്രകാശം കൊണ്ട്. അപ്പൊ ഒരു കലിമ ചൊല്ലിയിട്ട് മുസ്ലിമാകാമെങ്കിൽ നമ്മളൊന്ന് വേണമെന്ന് കരുതിയിട്ടൊരു 100, 200, 500 ചൊല്ലിയാൽ ഒന്ന് ചൊല്ലിയേ,
ലാ ഒന്ന് വേണമെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് എന്നാ നിങ്ങൾ പറഞ്ഞ അതും കുടിച്ചല്ല ലാ അങ്ങനെ വേണ്ട ഒന്ന് നേരെ ഉസാറായിട്ടിരിക്കുക. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർശ് കുലുങ്ങുന്നാണ്. അർശ് കുലു ഇഹ്തസ്സൽ അർശു ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉള്ളു ശുദ്ധിയാക്കിയെടുക്കാനുള്ള ആത്മാവ് ഊർജ്ജസ്വലമാക്കാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുക. ഉള്ളു കേടാക്കുന്ന പണി എടുക്കാതിരിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നിർത്തുകയാണ്. മുട്ടുന്തലയിലെ 2025 ഉറൂസ് മുബാറക്കിന്റെ അന്നദാനത്തിലേക്ക് ആരെങ്കിലും ഇറച്ചി ഒരു 3000 രൂപ 10 കിലോ ഇറച്ചിയുടെ പൈസ ഈ വെള്ളിയാഴ്ച രാത്രി മരിച്ച ബാപ്പയും ഉമ്മയും ഏതോ ഖബറിലുണ്ട്. അവർക്കവിടെ സുഖവും സന്തോഷവും സാന്ത്വനവും സമാധാനവും പ്രകാശവും കിട്ടാൻ താല്പര്യമുള്ള ഏതെങ്കിലും മക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരാളൊന്ന് കൈപൊക്കിയേ. ഒരാൾ കൈപൊക്കിയേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ, പെണ്ണുങ്ങളോ ആണുങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സഹോദരൻ കൈപൊക്കിയിട്ട തങ്ങളെ നേരെ വെക്കുന്ന ഒരു പേരുന്ന അവതരം റമദാൻ. അല്ലാഹു തആല പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പരിശുദ്ധി പോലെ റമദാൻ ചാക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും ആമീൻ പറയണേ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് ആരെല്ലാം മരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല സ്വതക്കയുടെ ബറക്കത്തിന് എത്തിച്ചു കൊടുക്കട്ടെ. ഇരുലോക വിജയികളിൽ റമദാൻ ചെയ്യയും കുടുംബത്തെ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. മരിച്ചവരെ ഖബറിൽ മനസ്സറിഞ്ഞ ആമീൻ പറയണേ. എൻ്റെ മോൻ സ്വതക്ക ചെയ്തു, എനിക്ക് റാഹത്തായി എന്ന് ഇല്ലിയീനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിക്കട്ടെ. ആമീൻ പറയും. നമുക്കിവിടെ നല്ല സന്തോഷമുണ്ട്. ഖബറിൽ കിടക്കുന്ന ആൾ അവസ്ഥ അറിയില്ലല്ലോ. ഇതുപോലുള്ള മജ്ലിസിൽ നിന്ന് കൊടുക്കുന്നൊരു സ്വതക്കയാണ് ആ മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്നവർക്ക് ആശ്വാസമാകുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ചില ആളിങ്ങനെ ചിന്തിക്കും നമ്മളെന്നപ്പോൾ ഇപ്പം കൊടുക്കുന്നില്ലേ. ഈ വെള്ളിയാഴ്ച രാത്രി അർവാഹുകൾ റൂഹുകൾ ഖബറിൽ ഊർജ്ജസ്വലമായി മുത്ത് റസൂലുള്ളാഹി അല്ലെ ഏറ്റവും ഖബറിൽ റൗളയിൽ ഊർജ്ജസ്വലമാകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച പകല്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഫഅക്തിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലയ്യ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ വേറൊരു കൈ നല്ലോണം ആലോചിച്ചിട്ട് പൊക്കിയാൽ മതി. വല്ലാണ്ട് ബേജാറായിട്ടൊന്നും പൊക്കണ്ട. ഇനി ഒറ്റ കയ്യും പൊക്കിയിട്ടില്ലെങ്കിൽ ടെൻഷനുമില്ല. പൊക്കുമ്പോൾ ബേജാറ്. ബദറുദ്ദീൻ അവിടെ അല്ലാഹുവേ അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആമീൻ പറ. ആമീൻ പറയാൻ 10 കൂലിയാണ്. ഒരാമീൻ്റെ 10 കൂലി. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ ജോലിയിലും ജീവിതത്തിലും ബറക്കത്ത് നൽകണേ റബ്ബേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എല്ലാ ശാരീരിക അവശതകളായും പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ബദർവനെയും അവൻ്റെ ഭാര്യ മക്കൾ കുടുംബങ്ങളെ സലാമത്താക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ആഖിബത്ത് നന്നാക്കല്ലാ. ഈ മജ്ലിസിനെ നീ സ്വീകരിച്ച മജ്ലിസാക്കണേ അല്ലാ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത മജ്ലിസാക്കി ഈ മജ്ലിസിനെ മാറ്റണേ അല്ലാ. രോഗങ്ങളുള്ള ഷുഗർ വന്ന് ചെറിയ പ്രായത്തിലേ ഷുഗർ വന്ന് ഉപ്പയെ ഉമ്മയെ കുടുംബത്തെ നന്നായി സംരക്ഷിച്ചവനാണ്. ചെറിയ പ്രായത്തിലെ ഷുഗറാണ്, സദസ്സിലുണ്ട്. ശിഫ നൽകണേ അല്ലാ. നല്ല ആരോഗ്യം കൊടുക്കണേ അല്ലാ. അവൻ്റെ ഉമ്മയും ബാപ്പയും എൻ്റെ ഉമ്മയെപ്പോലെ ഉപ്പയെപ്പോലെ സ്നേഹിച്ച മാതാപിതാക്കളാണ്. ഖബറ് പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും ഞെരുക്കങ്ങളോ ആദാബുകളോ ഖബറിലുണ്ടെങ്കിൽ നീക്കി കൊടുക്കണേ അല്ലാ. നമ്മുടെ ജബ്ബാർ തങ്ങൾ ഇരിക്കുന്ന മജ്ലിസാണ്. അദ്ദേഹത്തിൻ്റെ രോഗത്തെ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. നല്ല ആരോഗ്യം കൊടുത്ത് നല്ല ക്ഷേമവും ഐശ്വര്യവും കൊടുത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പരിഹരിച്ചു കൊടുത്ത് മുസ്തഫായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നദറും ശഫാഅത്തും തർബിയത്തും കൊടുത്ത് അദ്ദേഹത്തെയും മാതാപിതാക്കളെയും ഭാര്യ മക്കൾ കുടുംബത്തെയും ഓരോ നാടും നിലനിന്ന് പോകുന്നത് ഈ മക്കാമിൽ കിടക്കുന്നവരും നാട്ടിലുള്ള ഹൈറിന്റെ അഹലുകാരും സയ്യിദന്മാരുടെയും കാരണം കൊണ്ടാണ്. അല്ലാഹു ബറക്കത്ത് നൽകണേ അല്ലാ. രണ്ടാൾ കൊടുത്തു. ഇനി ആരെങ്കിലും മൂന്നാമതൊരു കൈ ഉണ്ടെങ്കിൽ നോക്കുക.
മെല്ലെ പൊക്കിയാൽ മതി, അല്ലാണ്ട് സ്പീഡ് വിട്ടൊന്നും വേണ്ട. ഇനി പൊക്കിയില്ലെങ്കിൽ അൽഹംദുലില്ലാ, പൊക്കിയാലും അൽഹംദുലില്ലാ. എന്തെങ്കിലും ഉണ്ടോ? ഒന്നെങ്കിൽ പറയും, അല്ലെങ്കിൽ 3000 തന്നെ വേണ്ട, അതിൻ്റെ പകുതിയോ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇതുവരക്കെ ഇപ്പോൾ കൈ പകുതി പൊക്കല്ലേ, ഇപ്പം ഞാൻ ഇതുവരക്കും. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളെ ഭാഗത്തുണ്ടാവും. ഇപ്പം എന്താ ചെയ്യും? ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ എന്നാ മാർഗം പോവനെ, നീ പോവോ? ആരാ പോവാ? ഇനി പോയിട്ട് അവന്ന് എഴുതി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകാൻ കൊടുത്തൂലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കാം, നമുക്ക് ദ്വേർക്കാം. സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? ഒരു 3000 രൂപ ഭക്ഷണത്തിലേക്ക്, അന്നദാനത്തിലേക്ക്. ഒന്നുമില്ലെങ്കിൽ പടച്ചോനെ ഈ ഭക്ഷണത്തിൽ എൻ്റെ പൈസയും കൂടിയുണ്ട്, എനിക്ക് മരിക്കുന്നവരെ നീ ഒരു പരീക്ഷണം തരല്ലേ എന്ന് പറഞ്ഞൂടെ? ഒരു ബേജാറ്. എൻ്റെ ഇപ്പോഴാ ക്യാൻസർ കൂടി വരികയാണ്, സ്ട്രോക്ക് കൂടി വരികയാണ്, അറ്റാക്ക് കൂടി വരികയാണ്. ഒരു ദിവസമല്ലേ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി ഉസ്താദ് പറയലുണ്ട്, മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഉറുമ്പിനെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ? എല്ലാവരും ഒരു 3000 രൂപ എഴുതണേ. ഇന്ന് ആലോചിച്ചിട്ട് നാളെ എഴുതിയാൽ മതി. പെട്ടെന്ന് എഴുതുമ്പോൾ വേദാറായി പോണ്ട. എല്ലാവരും എഴുതണം, എന്നിട്ട് നമുക്കത് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പടച്ചവനെ, ഞങ്ങൾക്കൊരു ഊർജ്ജസ്വലതയുള്ള കൽബ് തരണേ അല്ലാ, ആത്മാവ് തരണേ അല്ലാ. നീ ഒരുപാട് ഭക്ഷണം തന്നു, വെള്ളം തന്നു, വസ്ത്രം തന്നു, ആരോഗ്യം തന്നു, ഇതുവരെ ജീവിതത്തിന് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം തന്നു. പടച്ചവനെ, ദോഷികളാണ് ഞങ്ങൾ. ഈ വെള്ളിയാഴ്ച രാത്രി ഇസ്ഹാഖ് വലിയുള്ളാഹിയുടെ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ച് ഞങ്ങളുടെ ദോഷങ്ങളെ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, ലോകത്തെ ദീനീ ഖാദിമീങ്ങൾ, ആലിമീങ്ങൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. മുട്ടുന്തലയിലെ മൈതാനിയിലെ ഓരോ മീസാൻ കല്ലിന്റെ താഴെയും വെളിച്ചം നൽകണേ അല്ലാ, സുഗന്ധം നൽകണേ അല്ലാ. ഇസ്ഹാഖ് വലിയുള്ളാഹിയെ ചിരിപ്പിക്കണേ അല്ലാ, സുഖിപ്പിക്കണേ അല്ലാ, ഏറെ സന്തോഷിപ്പിക്കണേ അല്ലാ. മുസ്തഫായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള മുബാറക്കായ മദദുകൾ കൊണ്ട് ഇസ്ഹാഖ് വലിയുള്ളാഹിയെ അനുഗ്രഹിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തവും സ്നേഹവും സഹായവും കാവലും ഞങ്ങളിലും കുടുംബാംഗങ്ങളിലും ഞങ്ങൾക്ക് ദുആ ചെയ്യൽ ബാധ്യതയുള്ളവരിലും ചൊരിയണേ അല്ലാ. രോഗങ്ങളുള്ളവർ ഞങ്ങളിലുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. കടമുള്ളവർ ഞങ്ങളിലുണ്ട്, വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, ആ സ്ഥാപനങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് ബറക്കത്തുള്ള ജോലി നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അവർക്കുള്ള എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തണേ അല്ലാ. ആഫിയത്തുള്ള സന്തോഷമുള്ള ദീർഘായുസ് ഈ സഹോദരിമാരെ എല്ലാ ഭർത്താക്കൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ മുഴുവനും സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവർക്ക് ഖൈറായ ഭാവി നൽകണേ റഹ്മാനെ. വീട് നിർമ്മാണങ്ങൾ പാതി വഴിയിലുള്ളവരുണ്ട്, അവർക്ക് ആ വീട് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അവർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് എത്രയും പെട്ടെന്ന് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. പ്രവാസികളായ ധാരാളം ആളുകൾ ലൈവിലൂടെ ആമീൻ പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിലും ജോലിയിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ.
പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പാദസരക്കിലുക്കം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജമാഅത്തുൽ ആഖിർ കഴിഞ്ഞാൽ പിന്നെ റജബ് ശഅബാനാണ്. ഞങ്ങളെ റമദാനെത്തും മുമ്പേ ഞങ്ങളെയോ ഞങ്ങളെ പുരയിലുള്ളവരെയോ കുടുംബത്തിലുള്ളവരെയോ പെട്ടെന്ന് മരിപ്പിക്കില്ലേ അല്ലാ. റമദാൻ 1 മുതൽ 30 വരെ നോമ്പ് നോൽക്കണം. ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദർ ഭംഗിയിൽ അനുഭവിക്കണം. പടച്ചവനെ ഒരുപാട് ഈ കൊല്ലത്തെ റമദാനിൽ അമൽ ചെയ്യണം. ആയുസ് ആഫിയത്ത് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ ഹാർട്ട്, ഞങ്ങളെ വാൾവ്, ഞങ്ങളുടെ കിഡ്നി, ഞങ്ങളുടെ ലിവർ, ഞങ്ങളുടെ ശ്വാസകോശങ്ങൾ, ഞങ്ങളുടെ തലച്ചോറ്, ഞങ്ങൾക്കുള്ള രോഗങ്ങളെയെല്ലാം ഇവിടെ വെച്ച് നിന്നെ ഏൽപ്പിച്ചു പടച്ചവനെ. ഞങ്ങളുടെ ഈമാന്, ഞങ്ങളുടെ തഖ്വ, ഞങ്ങളുടെ അയ്ബുകൾ ഞങ്ങളെല്ലാം നിന്നെ ഏൽപ്പിച്ചു. വേണ്ടതെല്ലാം വേണ്ട പോലെ വേണ്ട നിലയിൽ ആക്കിത്തരണേ അല്ലാ. എല്ലാം കഴിഞ്ഞ് അല്ലാഹുമ്മ ചൊല്ല്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. മരിച്ചു പിരിയുന്ന നേരമെത്തുമ്പോ സ്വർഗം കാട്ടി ചിരിപ്പിച്ച് ഈമാനോടെ വുദൂഓടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഖൈർ ചെയ്യണേ റഹ്മാനേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് ഞങ്ങളാക്കിയ മാതാപിതാക്കളെ ഖബറിൽ ഒരു ബറക്കത്തുള്ള ഹദിയയായി നൽകണേ റഹ്മാനേ. ربنا اغفر لنا وارحمنا ولوالدينا وللمؤمنين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا ഉറക്കെ എഴുന്നേറ്റുന്നോ. ربنا تقبل منا ഒന്നുകൂടി. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ആത്മാവെന്ന് വെറുതെ പറഞ്ഞ വേദല്ല, ഇന്നു മുതൽ തുടങ്ങിക്കൊള്ളണം. എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിയും, എത്ര സ്വലാത്ത് ചൊല്ലാൻ കഴിയും. മരിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല ആളായിട്ട് പോകണം, അതിനുള്ള പണിയെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ കൂടിയ എല്ലാവർക്കും, അതേപോലെ നമ്മുടെ പ്രാസംഗികൻ കീച്ചേരി ഉസ്താദിനും നമ്മുടെ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.